ഫിസിക്സിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർ ഇതെങ്കിലും പഠിച്ചിട്ട് പോവുക. അതായത് ഈ പറയുന്നതിൽ എന്തായാലും ഒരു 50% നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് മിനിമം 50% കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ സെയിം ഓർ സിമിലർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നന്നായിട്ട് പഠിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കിതേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ, അതായത് ഇതിനകത്ത് ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനകത്ത് ഒന്ന് ഫസ്റ്റ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഡയമെൻഷണൽ ഫോർമുലയാണ് സാധാരണ ചോദിക്കുന്നത്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ്, സ്റ്റീഫൻസ് കോൺസ്റ്റൻറ്റ്, പിന്നെ തേർമൽ കണ്ടക്ടിവിറ്റി, ഇങ്ങനെ ഏതെങ്കിലും, അതായത് ഒരു ഡയമെൻഷണൽ ഫോർമുല നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ദി ഡയമെൻഷണൽ ഫോർമുല ഫോർ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് m⁻⁻⁻⁴ L³ T⁻². എനിക്കത് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിലും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഈ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ് വരുന്ന ഏതെങ്കിലും ഒരു ഫോർമുല, അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റിൻ്റെത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് നമുക്ക് ആൻസർ. പിന്നെ ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ യൂണിറ്റാണ്. അപ്പോൾ ഒന്നുകിൽ യൂണിറ്റ് അല്ലെങ്കിൽ ഡയമെൻഷനെ ചോദിക്കുകയുള്ളൂ, രണ്ടും കൂടെ ചോദിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഈ യൂണിറ്റ്സ് ചോദിക്കുമ്പോഴും ഞാനിപ്പോൾ ഈ പറഞ്ഞ ക്വാണ്ടിറ്റീസ് തന്നെയാണ് യൂണിറ്റ്സിലും സാധാരണ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ യൂണിറ്റ് ഓഫ് സ്റ്റീഫൻസ് ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റൻറ്റ്, അത് വാട്ട് മീറ്റർ റേസ് ടു -2 കെൽവിൻ റേസ് -4 ആണ്. അവർ തന്നിരിക്കുന്നത് വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ റേസ് ടു 4 എന്നാണ്. അതായത് ഈ തന്നിരിക്കുന്നതിൽ ഇതാണ് നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയാം, ദിസ് വൺ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ആ കോൺസ്റ്റൻറ്റ് വരുന്ന ഏതെങ്കിലും ഒരു ഫോർമുല എഴുതുക, അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ് ഈ പെർസെൻറ്റേജ് എറർ. അപ്പോൾ ഈ ക്വാണ്ടിറ്റി ഇങ്ങനെ തന്നിട്ടുണ്ട്, എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു a² b⁻½ ഡിവൈഡ് ബൈ c⁻⁻³ d⁻3. അപ്പോൾ അവിടെ എക്സ് എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ എക്സിൻ്റെ പവർ 1 ആണ്. അപ്പോൾ ആ 1 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ എക്സ് ഈക്വൽ ടു നേരെ നിങ്ങൾ പവർ എടുത്ത് എഴുതിയാൽ മതി. എയുടെ പവർ 2 ആണ്, അപ്പോൾ 2 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ എ. പിന്നെ ബിയുടെ പവർ 1/2 ആണ്, അപ്പോൾ 1/2 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ ബി. ഓക്കെ, സിയുടെ പവർ റേസ് ടു 1/3 ആണ്, അപ്പോൾ 1/3 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ സി. ഓക്കെ, പിന്നെ ഡിയുടെ പവർ 3 ആണ്, അപ്പോൾ 3 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ ഡി. ആ പെർസെൻറ്റേജ് എററൊക്കെ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ എറർ കാണുമ്പോൾ എപ്പോഴും മാക്സിമം എററിന് മാത്രമേ സിഗ്നിഫിക്കൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങളോട് ചോദിക്കുക മാക്സിമം എററാണ്. അപ്പോൾ അതിനകത്ത് ഒരു കൺഫ്യൂഷൻ്റെയും കാര്യമില്ല, നേരെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, തെറ്റാനുള്ള ഒരു സാധ്യതയില്ല, ആൻസർ മാർക്ക് ചെയ്യുക. ഓക്കെ, ഈ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ് കിട്ടുക? ദിസ് ഈസ് ഈക്വൽ ടു 16%. പിന്നെ നമ്മളുടെ 1 ഡയമെൻഷണൽ മോഷനാണ്. ഈ 1 ഡയമെൻഷണൽ മോഷനിൽ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ടല്ലോ, അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഇവിടെ എ കാർ അറ്റ് റെസ്റ്റ് ആക്സിലറേറ്റ്സ് യൂണിഫോംലി ടു എ സ്പീഡ് ഓഫ് 144 km/h in 20 seconds. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ഫൈനൽ വെലോസിറ്റി 144 km/h പറഞ്ഞാൽ ഇൻറ്റു 5/18, അപ്പോൾ 40 m/s വരും. ചോദ്യം എന്താണെന്നോ, ഈ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഇൻ 20 seconds. 20 secondsൽ എത്ര ദൂരം കവർ ചെയ്യുന്ന? നമ്മൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം അൺകണ്ടീഷണല്ല, എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഇനീഷ്യൽ പ്ലസ് ഫൈനൽ ബൈ 2. അത് ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഇവിടെ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റാണ്, ഇനീഷ്യൽ 0 ആണ്, ഫൈനൽ 40 ആണ്, അപ്പോൾ ആവറേജ് പറഞ്ഞാൽ 0 + 40/2. ഓക്കെ, ടൈം എത്രയാണ്? 20 seconds, അപ്പോൾ 400 മീറ്റർ എന്ന് വരും. അപ്പോൾ ഈ 400 മീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ആൻസർ. പിന്നെ വളരെ സാധാരണയായിട്ട് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മളുടെ ഈ ആവറേജ് സ്പീഡ് കാണാനുള്ളത്. അതിൽ ഇപ്പോൾ നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസിനെ 2 ഈക്വൽ പാർട്ടാക്കി, അല്ലെങ്കിൽ 3 ഈക്വൽ പാർട്ടാക്കി, ഇതാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഞാൻ 3 ഈക്വൽ പാർട്ടാക്കുന്ന ഒരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്നറിയോ, 3/v ആവറേജ് ഈക്വൽ ടു 1/v1 + 1/v2 + 1/v3.
ഓക്കെ, ഫസ്റ്റ് 1/3 ട്രാവൽ ചെയ്യുന്ന സ്പീഡാണ് V1, സെക്കൻഡ് 1/3 ട്രാവൽ ചെയ്യുന്ന സ്പീഡാണ് V2, തേർഡ് 1/3 ട്രാവൽ ചെയ്യുന്ന സ്പീഡാണ് V3. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണോ, ഫസ്റ്റ് 1/3 ഡിസ്റ്റൻസ് അറ്റ് എ സ്പീഡ് 10 km/h, നെക്സ്റ്റ് 1/3 at 20 km/h ആൻഡ് ലാസ്റ്റ് 1/3 at 60 km/h. ഓക്കെ, അവിടെ ആവറേജ് സ്പീഡ് എത്രയാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 18 km/h എന്ന് വരും. ഓക്കെ, സോ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ബുള്ളറ്റ് ഫ്രം എ ഗൺ ഈസ് ഫയർഡ് ഓൺ എ റെക്ടാങ്കുലർ വുഡൻ ബ്ലോക്ക് വിത്ത് വെലോസിറ്റി u. When bullet travels 24 cm through the block along its length horizontally, velocity of the bullet becomes u/3. ഓക്കെ, അതായത് 24 cm പെനിട്രേറ്റ് ചെയ്തപ്പോൾ വെലോസിറ്റി u/3 ആയിട്ട് കുറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ then it further penetrates into the block in the same direction before coming to rest exactly at the other end of the block. ഓക്കെ, ഈ ബ്ലോക്കിൻ്റെ മറ്റേ അറ്റത്ത് പോയിട്ട് ഇത് റെസ്റ്റിൽ വന്നു. അങ്ങനെയാണെങ്കിൽ ബ്ലോക്കിൻ്റെ തിക്നെസ് എത്രയാണ്? നമ്മളൊരു ബോഡി, സപ്പോസ് ഈ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ. അപ്പോൾ ഈക്വൽ ടൈമിൽ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേഷ്യോ 1:3:5:7 അങ്ങനെ പോകും. റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ടൈമിൽ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി വെൻ എ ബോഡി കംസ് ടു റെസ്റ്റ് വിത്ത് യൂണിഫോം റിട്ടാർഡേഷൻ, അപ്പോൾ ഈക്വൽ ടൈമിൽ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് 5:3:1 നേരെ തിരിച്ചുള്ള ഓർഡറിൽ വരും. എപ്പോൾ ഇത് ഇറ്റ് മൂവ്സ് വിത്ത് കോൺസ്റ്റൻറ്റ് റിട്ടാർഡേഷൻ. ഓക്കെ, 3 ഇൻറ്റർവൽ ആണെങ്കിൽ 5:3:1, 2 ഇൻറ്റർവൽ ആണെങ്കിൽ 3:1 അങ്ങനെ വരും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ, നോക്കൂ, ഇത് u/3 ആവുമ്പോഴേക്കും 24 cm ട്രാവൽ ചെയ്തു. അപ്പോൾ ഇനി ഒരു 1/3 ഇനി കുറയാനുള്ളൂ. അപ്പോൾ ഇതിന് മുമ്പ് 2 1/3 കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു 1/3 കുറയാനുണ്ട്. അപ്പോൾ ആകെ 3 ഇൻറ്റർവലാണ്. കാരണം യൂണിഫോം ആക്സിലറേഷൻ പറഞ്ഞ വെലോസിറ്റി ചേഞ്ചസ് ഈക്വലി ഇൻ ഈക്വൽ ഇൻറ്റർവൽസ് ഓഫ് ടൈം. അപ്പോൾ ഇവിടെ നോക്കൂ, ഒരു ടി അടുത്ത ടി അടുത്ത ടി 3 ഇൻറ്റർവലാണ്. അപ്പോൾ ആ 0 വെലോസിറ്റി എൻഡിൽ നിന്ന് നിങ്ങൾ തുടങ്ങുക. അപ്പോൾ 1:3:5 അപ്പോൾ റെസ്റ്റിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ച് 5:3:1. അപ്പോൾ 0 വെലോസിറ്റി എൻഡിൽ നിന്ന് തുടങ്ങിയാൽ മതി നിങ്ങൾ. അപ്പോൾ ഇവിടെ 1:3:5. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ളതാണ് അത് 24 cm എന്ന് പറഞ്ഞത്. അതായത് ഇവിടെ 5 + 3 8 പാർട്ടാണ് 24. അപ്പോൾ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24/8. അതായത് ഇത് ഒരു പാർട്ടാണ്, അത് 3 cm ആവും. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 27 cm ആണ്. ഓക്കെ, ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് വേ ടു സോൾവ് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് 27 cm എന്ന് മാർക്ക് ചെയ്യാം. അടുത്തത് നമ്മളുടെ ഗ്രാഫാണ്. ഒരു ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് 2 കാര്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുക. ഒന്ന്, ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ എന്ത് കിട്ടും? പിന്നെ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ എന്ത് കിട്ടും? ഏരിയ പറഞ്ഞാൽ y/x, ക്വാണ്ടിറ്റി അലോങ് ദ y-ആക്സിസ് ഇൻറ്റു ക്വാണ്ടിറ്റി അലോങ് ദി x-ആക്സിസ്. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y/x ആണ്. അതായത് ആക്ച്വലി ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി അലോങ് y-ആക്സിസ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി അലോങ് x-ആക്സിസ്, Δy/Δx എന്ന് പറയാം. ഇവിടെ ചോദ്യം എന്താണെന്നറിയോ, ആക്സിലറേഷൻ ഓഫ് എ മൂവിങ് ബോഡി ക്യാൻ ബി ഫൗണ്ട് ഫ്രം. ആക്സിലറേഷൻ എന്താ? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താ? വെലോസിറ്റി ഇൻറ്റു ടൈമാണ്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റാ. ഏരിയ അണ്ടർ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്താ? ഡിസ്റ്റൻസ് ഇൻറ്റു ടൈമാണ്. ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് എനി ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. ഡിസ്റ്റൻസ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചിട്ടില്ല. സ്ലോപ്പ് ഓഫ് ദി വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈമാണ്, അതാണ് ആക്സിലറേഷൻ. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നർത്ഥം. ഇനി അടുത്തത് സ്ലോപ്പ് ഓഫ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അതെന്താവും? ദാറ്റ് വിൽ ഗിവ് യു ദ സ്പീഡ്. നെക്സ്റ്റ് വെക്റ്റേഴ്സ് ആണ്. ഈ വെക്റ്റേഴ്സിൽ നിങ്ങൾ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾ അറിയണം. അതിനകത്ത് ഒരു എക്സാമ്പിൾ, എ ബോഡി മൂവ് 6 meter നോർത്ത്, 8 meter ഈസ്റ്റ് ആൻഡ് 10 meter വെർട്ടിക്കലി അപ്വേർഡ്സ്. ഇപ്പോൾ നമുക്ക് 6 meter നോർത്ത്, 8 meter ഈസ്റ്റ് ആൻഡ് 10 meter വെർട്ടിക്കലി അപ്വേർഡ്സ് എന്നാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള എന്താണെന്നറിയോ, ഇതൊക്കെ മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 6 meter നോർത്ത്, ഇത് x-ആക്സിസ് വിചാരിച്ചോ. 8 meter ഈസ്റ്റ്, ഇത് y-ആക്സിസ് വിചാരിച്ചോ. ഓക്കെ, ദെൻ 10 meter വെർട്ടിക്കലി അപ്വേർഡ്സ്, z-ആക്സിസ് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 6i + 8j + 10k. ഇങ്ങനെ വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം √6² + 8² + 10². ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 10√2 meter എന്ന് കിട്ടും. ഇതാണ്, ദിസ് ഈസ് ദ ഈസിയസ്റ്റ് വേ ടു സോൾവ് സച്ച് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. ഇത് വേറൊരു ടൈപ്പാണ്. എ പേഴ്സൺ മൂവ്സ് 30 meter നോർത്ത്, 20 meter ഈസ്റ്റ് ആൻഡ് ഫൈനലി 30√2 meter സൗത്ത് വെസ്റ്റ്.
അവിടെ നിങ്ങൾ അറിയേണ്ടത് നമ്മളിത് വരയ്ക്കുമ്പോൾ എപ്പോഴും ഒരു ഏകദേശം സ്കെയിലിൽ വരയ്ക്കുക. അതായത് ഇപ്പോൾ നമ്മൾ 30 മീറ്റർ നോർത്ത് 20 മീറ്റർ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ 30യേക്കാൾ വലിപ്പത്തിൽ 20 വരയ്ക്കരുത്, മനസ്സിലായില്ലേ? അപ്പോൾ എക്സാക്ട്ലി ഇതായിട്ടില്ലെങ്കിലും അത്യാവശ്യം നിങ്ങൾ സ്കെയിലിൽ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തെറ്റാണ്ട് കിട്ടും. അപ്പോൾ 30 മീറ്റർ നോർത്ത്, 20 മീറ്റർ ഈസ്റ്റ്, പിന്നെ 30√2 മീറ്റർ സൗത്ത് വെസ്റ്റ് എന്നാണ്. ഈ സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഇത് നോർത്താണ്. ഓക്കെ, ഇവിടെ നമുക്ക് സൗത്താണ്. ഓക്കെ, ഇവിടെ വെസ്റ്റ് ആണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ സൗത്തിനും വെസ്റ്റും ഇടയ്ക്കൂടെ കറക്റ്റ് 45 ഡിഗ്രിയിൽ വരണം. അതാണ് സൗത്ത് വെസ്റ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരും. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് 20, ഇത് 20 ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് 20√2 ഇത് 10, ഇത് 10 ആണെങ്കിൽ 10√2 എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഇവിടുന്ന് മൊത്തത്തിൽ ഇങ്ങോട്ടുള്ളത് 30√2 അതിൽ നോക്കൂ, ഇത് കറക്റ്റ് വരേണ്ടതെന്നാണ്. ഈ സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് 45 ഡിഗ്രി ആവണം. tan 45 പറഞ്ഞു കഴിഞ്ഞാൽ 1, അതായത് ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്റ്റൻറ്റ് സൈഡും ഈക്വൽ ആവണം. അതിൽ അഡ്ജസ്റ്റൻറ്റ് 20 അപ്പോൾ ഓപ്പോസിറ്റും 20 ആവണം. അതായത് ഇത് നിങ്ങൾ നേരെ ഇങ്ങോട്ട് വരയ്ക്കരുത്. സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് 45 ഡിഗ്രിയിൽ വരണം പറഞ്ഞാൽ അഡ്ജസ്റ്റൻറ്റ് 20 ആണെങ്കിൽ ഓപ്പോസിറ്റും 20ൽ കട്ട് ചെയ്ത് പോകണം. അപ്പോൾ നോക്കൂ, ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത് 20√2, ആകെ ഉള്ളത് 30√2 അതിൽ ഇവിടം വരെ 20√2, അപ്പോൾ ബാക്കിയുള്ളത് 10√2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇതാണ്, അതിൻ്റെ ടിപ്പിൽ ഇത്, പിന്നെ ഇത്. അപ്പോൾ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വെക്ടറിൻ്റെ ടെയിലിൽ നിന്ന് അവസാനത്തെ വെക്ടറിൻ്റെ ടിപ്പിലേക്ക് വരച്ചതാ. അതായത് ഇതാണ് റിസൾട്ടൻ്റ്. എങ്ങോട്ട്? 10 മീറ്റർ ഡ്യൂ ഈസ്റ്റ്. നെക്സ്റ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. The magnitude of the displacement of a particle moving in a circle of radius a with constant angular speed omega varies with time t as. അതിനു മുമ്പ് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഇവിടെ നമുക്ക് 2 വെക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എ ആണ് വിചാരിച്ചു. പക്ഷേ 2 വെക്ടറും ഈക്വൽ അല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഈക്വൽ ഉള്ളൂ, ഡിറക്ഷൻസ് ഡിഫറെൻ്റാണ്. ഓക്കെ, അപ്പോൾ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ 2a cos θ/2 ഓക്കെ, 2 വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2a sin θ/2 ഓക്കെ. ഇനി ഇപ്പം ഇവിടെ എന്താണെന്നറിയോ? ഇവിടെ നോക്കൂ, വി ഹാവ് 2 വെക്ടേഴ്സ്. നോക്കൂ, ഈ R1 ഉണ്ട്, R2 ഉണ്ട്. ട്രയാങ്കുലർ ലോ വെച്ചിട്ട് നോക്കൂ, R1 അതിൻ്റെ ടിപ്പിലാണ് ΔR. ഓക്കെ, പിന്നെന്താ, R1ൻ്റെ ടെയിലിൽ നിന്ന് ΔRൻ്റെ ടിപ്പിലേക്ക് വരച്ചു. അതായത് R1 + ΔR ആണ് R2. R1 + ΔR = R2. അപ്പോൾ ഈ ΔR പറഞ്ഞാൽ R2 - R1 ഇവിടെ ഒരു പാർട്ടിക്കിൾ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തതാണ്. അപ്പോൾ ഇത് ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ വെക്ടർ, അതായത് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ഇവിടെ R1 R2 ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ്. രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ ωt. അതിൻ്റെ ഡിഫറൻസാണ് നമുക്ക് കണ്ടത്. അപ്പോഴെന്താവും? 2a sin ωt/2 വരും. ഓക്കെ, 2a sin ωt/2 ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഇത് ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനകത്ത് പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഈസ്റ്റ്വേർഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ്. ഇൻ 10 seconds the velocity changes to 5 meter per second northwards. ഓക്കെ, വാട്ട് ഈസ് ദി ആവറേജ് ആക്സലറേഷൻ എന്നാ. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ആദ്യം ഫൈനൽ വെലോസിറ്റി വരയ്ക്കുക. അത് 5 മീറ്റർ പെർ സെക്കൻഡ് നോർത്ത് എന്നാ. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ 5 മീറ്റർ പെർ സെക്കൻഡ് നോർത്ത് വരച്ചു, V2 വരച്ചു. ഇനി എന്താ, V2 - V1 നമുക്ക് കണ്ടേ. ആദ്യം V1 V2 വരയ്ക്കാൻ നിൽക്കരുത്, ആദ്യം V2 വരയ്ക്കുക. എന്നിട്ട് എന്താണെന്നറിയോ? ആദ്യത്തെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ഡ്യൂ ഈസ്റ്റ് ആണ്. ഓക്കെ, ഈസ്റ്റ് വേർഡ് വിത്ത് എ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ V2 ഞാൻ ആദ്യം വരച്ചു. ഇനി അതിൻ്റെ മേലെ വരയ്ക്കേണ്ടത് -V1 ആണ്. അപ്പോൾ V1 വരച്ച് പിന്നെ -V1 വരയ്ക്കാൻ നിൽക്കണ്ട, V2 വരയ്ക്കാം ആദ്യം. -V1 അതിൻ്റെ ടിപ്പിൽ വരയ്ക്കാം, -V1. ഓക്കെ, ഇനി അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ V2 + -V1, അല്ലെങ്കിൽ നമുക്ക് എന്താ V2 - V1 വരും, ΔV. ഓക്കെ, അത് കിട്ടി. ഇത് 5 ആകുമ്പോൾ ഇതിങ്ങനെ 45 ഡിഗ്രിയിലാണ് പോവുക. ഓക്കെ, ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ΔV. അതെങ്ങോട്ടാ? അത് നോക്കൂ, നോർത്തിനും വെസ്റ്റിനും കറക്റ്റ് ബൈസെക്ട് ചെയ്തിട്ടാണ് പോവുക, നോർത്ത് വെസ്റ്റ്. പിന്നെ മനസ്സിലാക്കേണ്ടത് ഇത് 5 ആണ്, ഇത് 5√2 ഇത് 10 ആണ്, ഈ 10√2 ഒന്നും നോക്കണ്ട. അപ്പോൾ ഇവിടെ 5√2 മീറ്റർ സെക്കൻഡ് -1 ഡ്യൂ നോർത്ത് വെസ്റ്റ്. ഇനി ആക്സിലറേഷൻ പറഞ്ഞാൽ ΔV/ΔT. 5√2 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ ടൈം 10 seconds. അപ്പോൾ 5ഉം 10ഉം കട്ട് ചെയ്യുമ്പോൾ താഴെ 2 വരും. അപ്പോൾ √2/2 പറഞ്ഞാൽ 1/√2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നോർത്ത് വെസ്റ്റ്. 1/√2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നോർത്ത് വെസ്റ്റ്. നെക്സ്റ്റ് അടുത്തത് എന്താണെന്നറിയോ?
നോക്കൂ, രണ്ട് വെക്ടേഴ്സ് കമ്പോണൻറ്റ് ഫോമിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അത് തന്നിരിക്കുന്ന അതിനകത്ത് ഒരു വേരിയബിൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു അൺനോൺ ഉണ്ട്. ഇപ്പോൾ നോക്കി, P = I + 2mj + mk, Q = 4i - 2j + mk are perpendicular to each other, then the value of m is. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് 0 ആകുന്ന P ഡോട്ട് Q 0 ആണ്. ഈ ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ കറസ്പോണ്ടിങ് കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇതിൻ്റെ ഐ കമ്പോണൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അവിടെ 1, ഇവിടെ 4, അതെത്രയാ 4 വരും. പിന്നെ അവിടെ 2m, ഇവിടെ എത്രയാ -2, അപ്പോൾ -4m വരും. പിന്നെ ഇവിടെ m ഉണ്ട്, ഇവിടെ m ഉണ്ട്, m² വരും. ഓക്കെ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ 0 ആണ്. ഓക്കെ, ഈ 4 - 4m + m² പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി m - 2 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ m = 2 എന്ന് വരും. അതായത് ഇതാണ്. ഓക്കെ, ഇതാണ്. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ അതിനകത്ത് ഒരു അൺനോൺ വേരിയബിൾ ഉണ്ടാവും, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. മനസ്സിലായില്ലേ? ഇതും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മളുടെ പ്രൊജക്റ്റൈൽ മോഷൻ ഉണ്ടല്ലോ, അതിനകത്ത് മൂന്ന് ഫോർമുലയുണ്ട്. ഇപ്പോൾ T = 2u sin θ/g, h = u² sin² θ/2g, range = u² sin 2θ/g. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫോർമുല വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അവർ നേരിട്ടുള്ള ഫോർമുലയുടെ ആപ്ലിക്കേഷൻ മാത്രമേ ചോദിക്കുള്ളൂ. അതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാനുള്ളത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഞാനിവിടെ അല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഒരെണ്ണം ചെയ്യാം. അതിൽ the range of the projectile projected at an angle of 15 degree with the horizontal is 50 meter. If the projectile is projected with the same velocity at an angle of 45 degree with the horizontal, then its range will be. അതായത് 15 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 45 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മീറ്റർ? ഇതാണ് ചോദ്യം. അപ്പോൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ മാത്രമേ മാറ്റുന്നുള്ളൂ. റേഞ്ചിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഓക്കെ, അപ്പോൾ ഇവിടെ R 45 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ റേഞ്ച് 6 വിചാരിച്ചോ, 15 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ 50 ഓക്കെ, അപ്പോൾ sin 2 × 45 പറഞ്ഞാൽ sin 90, sin 2 × 15 എന്ന് പറഞ്ഞാൽ sin 30, sin 90 1 ആണ്, sin 30 1/2 ആണ്. 1/1/2 പറഞ്ഞാൽ 2 വരും. അപ്പോൾ R = 2 × 15 എന്ന് പറഞ്ഞാൽ 100 മീറ്റർ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി അടുത്തത്, the trajectory of a projectile projected from the ground is given by y = x - x² / 20. Where x and y are measured in meter, the maximum height attained by the projectile will be. പക്ഷേ ഇവിടെ നിങ്ങൾ എന്താണെന്നറിയോ, ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുക വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഓക്കെ, അങ്ങനെ സിമ്പിളായിട്ടുള്ള ചോദിക്കാനേ സാധ്യതയുള്ളൂ. അതായത് ഇതാണ് ഈ എഴുതിയിരിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ഫോർ ദ ട്രജക്ടറി. അതിൽ y = x tan θ എന്നാണ്. ഇവിടെ x എന്ന് മാത്രമേ ഉള്ളൂ. അതായത് tan θ = 1 ആണ്. അപ്പോൾ θ 45 ഡിഗ്രിയാണ്. പരിപാടി കഴിഞ്ഞു. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ് നിങ്ങളോട് ചോദിക്കാനുള്ള സാധ്യത. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചുകൂടെ ഒരു സ്ലൈറ്റ്ലി എന്താ പറയുക മാറ്റി നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അതിൽ മാക്സിമം ഹൈറ്റ് അറ്റൈൻ ബൈ ദ പ്രൊജക്റ്റൈൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ θ 45 എന്ന് കിട്ടി. ഇനി എന്താണോ അടുത്ത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ x² / 20 x² കഴിഞ്ഞ് ബാക്കി എന്താ ഉള്ളത്? ബാക്കിയുള്ളത് u² cos² θ, പിന്നെന്താ g വേണമെങ്കിൽ നമ്മൾ താഴെ കൊണ്ടുവന്ന u² cos² θയുടെ അടിയിൽ വരും. അപ്പോൾ u² cos² θ/g, ഈ 2 അതേപോലെ ഇവിടെ ഉണ്ട്. അതിന് പകരമാണ് 20 കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ u² cos² θ/g എന്താ 10 വരും. u² cos² θ/g 10. u² cos² θ/2g ആണെങ്കിലോ ഇവിടെയും 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണ്? മാക്സിമം ഹൈറ്റിൻ്റെ ഫോർമുല u² sin² θ/2g ആണ്. പക്ഷേ θ 45 ആകുമ്പോൾ sin θയും cos θയും സെയിമാ. അപ്പോൾ u² sin² θ/2g ആണ് നമുക്ക് കാണേണ്ടതെങ്കിലും അതിന് പകരം u² cos² θ/2g കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ മാക്സിമം ഹൈറ്റ് എത്രയാണ്? 5 മീറ്റർ എന്ന് കിട്ടും. അതായത് ഇതാണ് ആൻസർ. ഇത് നിങ്ങളോട് ചോദിക്കാനുള്ള സാധ്യതയില്ല. നിങ്ങളോട് ചോദിക്കാനുള്ള സാധ്യത എന്താ? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്താണെന്ന്. നെക്സ്റ്റ്, എ വാട്ടർ ഫൗണ്ടൻ ഓൺ ദ ഗ്രൗണ്ട് സ്പ്രിങ്കിൾസ് വാട്ടർ ഓൾ അറൗണ്ട് ഇറ്റ്. ഇഫ് ദ സ്പീഡ് ഓഫ് വാട്ടർ കമ്മിങ് ഔട്ട് ഓഫ് ദ ഫൗണ്ടൻ ഈസ് v, the total area around the fountain that gets wet. അതിൽ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് 10 ഡിഗ്രി 20 ഡിഗ്രി 30 ഡിഗ്രി 45 ഡിഗ്രി എല്ലാ ആംഗിളിലും പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ ഇത് മാക്സിമം അകലെ പോകുന്നത് എന്താ? മാക്സിമം റേഞ്ച്. അതെത്രയാ? അത് v² / g ആണ്. v² / g. ഇനി എന്താണെന്നോ അതേപോലെ ഇത് ഇങ്ങോട്ടും പോവും.
ഓക്കെ, ഇങ്ങോട്ട് എല്ലാ ആംഗിളിലും എന്താ ഈ വാട്ടർ സ്പ്രേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ടും എന്താ v²/g പോവും, ഇങ്ങോട്ടും. അപ്പോൾ ചുറ്റും v²/g റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ് ഇത് വെക്റ്റ് ആവുക. ഓക്കെ, അപ്പോൾ മാക്സിമം ഏരിയ പറഞ്ഞാൽ πr², അതിൽ r എന്ന് പറഞ്ഞാൽ v²/g. ഓക്കെ, അപ്പോൾ πv⁴ ഡിവൈഡഡ് ബൈ g² വരും. അതായത് ഇതാണ് ഏരിയ വരിക. നെക്സ്റ്റ്, ലോസ് ഓഫ് മോഷനിൽ a player caught a cricket ball of mass 150 gram moving at a rate of 20 meter per second. If the catching process is completed in 0.1 second, the force of the blow exerted by the ball on the hand of the player is equal to. അതിൽ ഫോഴ്സ് പറഞ്ഞാൽ m ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. മാസ് 150 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.15 കിലോഗ്രാം. പിന്നെ ഫൈനൽ വെലോസിറ്റി 0, ഇനീഷ്യൽ 20, അതിനെടുക്കുന്ന സമയം എത്രയാണ്? 0.1. അപ്പോൾ 0.15/0.1 പറഞ്ഞാൽ 1.5 ഇൻറ്റു 20 എന്താ? 30 ന്യൂട്ടൺ എന്ന് വരും. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. നമ്മൾ ഈ ലിഫ്റ്റ് മേലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഉള്ള അപ്പാരൻറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ m×g+a ആണ്. താഴോട്ട് വരുമ്പോൾ m×g−a ആണ്. ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും വരണം നിങ്ങൾക്ക്, അതും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പറയാം. എ റോക്കറ്റ് വിത്ത് എ ലിഫ്റ്റ് ഓഫ് മാസ് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലുള്ള മാസം, പിന്നെ കത്തി തീരുമ്പോൾ മാസം കുറയുമല്ലോ. 3.5 × 10⁴ കിലോഗ്രാം ഈസ് ബ്ലാസ്റ്റഡ് അപ്വേർഡ്സ് വിത്ത് ആൻ ഇനീഷ്യൽ ആക്സലറേഷൻ ഓഫ് 10 m/s². ഓക്കെ, ദെൻ ദ ഇനീഷ്യൽ ത്രസ്റ്റ് ഓഫ് ദ ബ്ലാസ്റ്റ് ഈസ്, അതിൽ മേലോട്ടാണ്. അപ്പോൾ F = m×g+a ആണ്. മാസ് 3.5 × 10⁴, പിന്നെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 + 10 പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 20. അപ്പോൾ 7 × 10⁵ ന്യൂട്ടൺ വരും. അതായത് ഇത് വരും. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും സാധാരണ ചോദിക്കുന്നതാണ്, മുമ്പ് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ജെറ്റ് ഓഫ് വാട്ടർ വിത്ത് എ ക്രോസ് സെക്ഷണൽ ഏരിയ സ്മോൾ എ സ്ട്രൈക്കിംഗ് അഗെയിൻസ്റ്റ് എ വാൾ അറ്റ് ആൻ ആംഗിൾ θ to the horizontal and rebounds elastically. If the velocity of water jet is v and density is ρ, then normal force acting on the wall is. അതിൽ റീബൗണ്ട്സ് ഇലാസ്റ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് സെയിം ആയിരിക്കും, മാത്രമല്ല ഈ ആംഗിളും സെയിം ആവും. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് നോക്കൂ, ഏരിയ ഇൻറ്റു വെലോസിറ്റി പറഞ്ഞാൽ വോളിയം പെർ സെക്കൻഡാണ്. ഓക്കെ, ഫസ്റ്റ് ഏരിയ ഇൻറ്റു വെലോസിറ്റി വോളിയം പെർ സെക്കൻഡ് ഇൻറ്റു ഡെൻസിറ്റി എന്താവും? മാസ് പെർ സെക്കൻഡായി. ഇൻറ്റു വെലോസിറ്റി പറഞ്ഞാൽ മൊമെൻറ്റം പെർ സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഉള്ളത് മൊമെൻറ്റം പെർ സെക്കൻഡ്, പിന്നെ അവിടെ പോയി ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊമെൻറ്റം പെർ സെക്കൻഡ് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ മൊമെൻറ്റം പെർ സെക്കൻഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ വി ഹാവ് 2 വെക്ടേഴ്സ് ഉണ്ട്. 2 വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്. ഓക്കെ, വരുന്നത് ഇങ്ങനെയാണ്, പിന്നെ പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ഒരു വെക്ടർ. ഓക്കെ, രണ്ടാമത്തെ വെക്ടർ ഇതാണ്, രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ ദേ ഇതാണ്. ഓക്കെ, അത് നമുക്ക് എത്ര പറയാം? 180 - 2θ. ഓക്കെ, അപ്പോൾ 2 വെക്ടേഴ്സിനും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ ഡിഫറൻസ് നമുക്ക് എന്താ? 2 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് either വെക്ടർ ഇൻറ്റു പിന്നെന്താ? സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സൈൻ 90 - θ, ഈ 180 - 2θയുടെ പകുതിയാണ് 90 - θ. സൈൻ 90 - θ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് θ. അപ്പോൾ 2a v² cos θ വരും. 2a v² cos θ. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക. നോക്കൂ, ഇത് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഹാമർ ഓഫ് മാസ് M സ്ട്രൈക്സ് എ നെയിൽ ഓഫ് മാസ് M. അപ്പം നെയിലുണ്ട്, അതിൻ്റെ മാസ് M ആണ്, ഹാമറിൻ്റെ മാസ് M ആണ്, അത് പോയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഈ നെയിലും ഹാമറും കൂടെ പിന്നെ ഒരുമിച്ചാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഈ നെയിലും ഹാമറും കൊളൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഹാമറിന് മാത്രമേ മൊമെൻ്റ് ഉള്ളൂ. അത് നമുക്ക് എന്താ പറയുക, പിന്നെ നെയിലും ഹാമറും കൂടെ ഒരുമിച്ച് മൂവ് ചെയ്യും, കമ്പൈൻഡ് ആയിട്ട് മൂവ് ചെയ്യും. അപ്പോഴും മൊമെൻറ്റം കൺസേർവ് ചെയ്യണം. മൊമെൻറ്റം എത്രയാണ്? mu പറയാം. ഓക്കെ, അപ്പോൾ ബിഫോർ കൊളീഷൻ നമുക്ക് മൊമെൻറ്റം M ഇൻറ്റു u പറയാം. അതായത് ഹാമറിൻ്റെ മാസ ഇൻറ്റു വെലോസിറ്റി. പിന്നെ ഹാമറും നെയിലൂടെ ചേർന്ന് ഒറ്റ ബോഡിയായിട്ട് മൂവ് ചെയ്യുമ്പോൾ മൊമെൻറ്റം ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഹാമറും നെയിലും കൂടെ ഒരുമിച്ച് മൂവ് ചെയ്യുമ്പോഴുള്ള കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്താ? മൊമെൻറ്റം സ്ക്വയർ ഡിവൈഡ് ബൈ പിന്നെന്താ 2. ഓക്കെ, പിന്നെ മാസ. ഇവിടെ മൊമെൻറ്റവും അതുപോലെ തന്നെ ഇവിടെ ഈ ഹാമറും അതുപോലെ തന്നെ നെയിലൂടെ ചേർന്നിട്ടാണ് മൂവ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മാസം എന്താവും? മാസ് M + m. ഓക്കെ, ഇതാണ് കൈനറ്റിക് എനർജി. ദിസ് ഈസ് ഈക്വൽ ടു റിട്ടാർഡിങ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ്. മനസ്സിലല്ലേ? ഇത് ഇത്രയും കൈനറ്റിക് എനർജി ഉണ്ട് തുടങ്ങുമ്പോൾ.
പിന്നെ എന്താ ഫൈനലി അത് റെസ്റ്റിലേക്ക് വരും. റെസ്റ്റിലേക്ക് വരുമ്പോൾ കൈനറ്റിക് എനർജി 0 ആവും. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഇത് തന്നെ. ഓക്കെ, അപ്പോൾ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിട്ടാർഡിങ് ഫോഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ m² u². അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്നറിയോ, ഇപ്പോൾ നമുക്ക് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു എന്ത് പറയാം, u² ഡിവൈഡഡ് ബൈ 2x എന്ന് പറയാം, u² ബൈ 2x. പിന്നെ എന്താ പറയുന്നത്, ദിസ് ഈസ് ക്യാപിറ്റൽ m² ഡിവൈഡഡ് ബൈ m പ്ലസ് u, സ്മോൾ m വരും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ m² ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ m പ്ലസ് സ്മോൾ m, പിന്നെ എന്താ u² ബൈ 2x വരും. ഓക്കെ, അതായത് ഇതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മാത്രമല്ല വളരെ സിമ്പിളാണ്. അതിൽ നമ്മൾ ഈ ഒരു സ്ട്രിങ്ങിലെ ടെൻഷൻ, ആ സ്ട്രിങ് എവിടെയൊക്കെ കണക്റ്റഡ് ആണോ അവിടെയൊക്കെ ആക്ട് ചെയ്യും. അതുപോലെ ഒരു സ്പ്രിങ്ങിലെ ഫോഴ്സ്, ആ സ്പ്രിങ് എവിടെയൊക്കെ കണക്റ്റഡ് ആണോ അവിടെയൊക്കെ ആക്ട് ചെയ്യും. പിന്നെ ആ സ്പ്രിങ്ങിലെ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലോങ് ദ സ്പ്രിങ് ആൻഡ് എവേ ഫ്രം ദ ബോഡി എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ സ്പ്രിങ്ങിലെ ഫോഴ്സ് ഉണ്ടല്ലോ, ഈ സ്പ്രിങ്ങിലെ ഫോഴ്സ് സ്മോൾ എഫ് എന്ന് വിചാരിച്ചോ, അത് ഈ ബി എന്നുള്ള ബോഡിയിൽ ഇതേ ഇങ്ങനെ അങ്ങോട്ട് ആക്ട് ചെയ്യും. ഓക്കെ, എവേ ഫ്രം ബി. കാരണം ഈ സ്പ്രിങ്ങിനാണെങ്കിലും എന്താ പറയുക, അതേപോലെ തന്നെ നമുക്ക് ഈ സ്പ്രിങ് നോക്കൂ, ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇതേ ഇങ്ങനെ ഇങ്ങോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ആ 10 കിലോഗ്രാം നമ്മൾ നോക്കാം. ആ 10 കിലോഗ്രാം നോക്കുമ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് ആ എഫ് ആണ്. എഫ് ഈക്വൽ ടു മാസ് എത്രയാണ്, 10 കിലോഗ്രാം. അതിൻ്റെ ആക്സലറേഷൻ തന്നിട്ടുണ്ട് 12. അപ്പോൾ നമുക്ക് ആ സ്മോൾ എഫ് കിട്ടും 120 ന്യൂട്ടൺ. ഇനി നിങ്ങൾ ഈ എ എന്നുള്ള ബോഡി നോക്കുക, 200 ന്യൂട്ടൺ അങ്ങോട്ടുണ്ട്, നമ്മൾ അപ്ലൈ ചെയ്തതാ, 120 ന്യൂട്ടൺ ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ റിസൾട്ടൻ ഫോഴ്സ് എത്രയാണ്, 200 മൈനസ് 120 പറഞ്ഞാൽ 80. ദാറ്റ് 80 ന്യൂട്ടൺ ഈസ് ആക്ടിങ് ഓൺ എ ബോഡി ഓഫ് മാസ് 20 കിലോഗ്രാം. അപ്പോൾ ആക്സലറേഷൻ എന്താ, ആക്സലറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 80/20 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ പറയാം. അതിനകത്ത് നമ്മൾ സ്ട്രിങ് ആണ് എന്ന് വിചാരിക്കുക. ഈ സ്ട്രിങ്ങിനെ നമുക്ക് ഇൻഎക്സ്റ്റെൻസിബിൾ ആ സ്ട്രിങ്. അപ്പോൾ ഈ ഒരു സ്ട്രിങ് വെച്ച് കണക്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇത് വിചാരിച്ചു, ഈ സ്പ്രിങ്ങിന് പകരം സ്ട്രിങ് ആയിരുന്നെങ്കിൽ 2 ബോഡി ഒരേ ആക്സലറേഷനിലാണ് മൂവ് ചെയ്യുക. മനസ്സിലല്ലേ, ഈ സ്പ്രിങ് എക്സ്റ്റെൻഡഡ് ആവും, അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വർക്ക് എനർജി പവറിൽ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസാണ്. അതിനകത്ത് കൺസിഡർ എ കാർ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ഹൊറിസോണ്ടൽ റോഡ് വിത്ത് എ സ്പീഡ് ഓഫ് 72 km/h. If the coefficient of static friction between the rod and the tire is 0.5, shortest distance in which the car can be stopped. അതിൽ ഹൊറിസോണ്ടൽ റോഡിലാണെങ്കിൽ ഫ്രിക്ഷൻ കാരണമുള്ള മാക്സിമം ആക്സലറേഷൻ പറഞ്ഞാൽ μg ആണ്. അതിൽ മ്യൂ ഇവിടെ തന്നിട്ട് 0.5 ആണ്. അപ്പോൾ മാക്സിമം ആക്സലറേഷൻ 0.5 × G10 5 എന്ന് വരും. ഇനി സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ SC = u²/2a ആണ് മാക്സിമം ആക്സലറേഷൻ. അതിൽ u അവർ തന്നിരിക്കുന്ന 72 km/h പറഞ്ഞാൽ 20 m/s. അപ്പോൾ എത്രയാണ്, 20² / 2 × 5, അതായത് 40 മീറ്റർ വരും. ഓക്കെ, 40 മീറ്റർ ദിസ് വൺ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതും എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഇൻക്രീസ്ഡ് ബൈ 50%, ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി. ഒറിജിനൽ മൊമെൻറ്റം പറഞ്ഞാൽ അത് 100%, ഒറിജിനൽ കൈനറ്റിക് എനർജി പറഞ്ഞാൽ അതും 100%. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒറിജിനൽ മൊമെൻറ്റം 100%, അത് 1 p ആണ്. ഇനി മൊമെൻറ്റം 50% കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് 150% ആയി എന്നാ. 100% പറഞ്ഞാൽ 1 p, 150% പറഞ്ഞാൽ 1.5 p ആണ്. അപ്പോൾ നമുക്ക് P' = 1.5 p എന്ന് പറയാം. കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ ഇതാണ്, K = p²/2m. അപ്പോൾ നമുക്ക് എന്ത് പറയാം, K'/K = P'/P² പറയാം. ഓക്കെ, അപ്പോൾ 1.5 p / p, ഇത് 150%, ഇത് 100%. അപ്പോൾ 1.5ൻ്റെ സ്ക്വയർ 15ൻ്റെ സ്ക്വയർ 225 ആണ്. 1.5ൻ്റെ സ്ക്വയർ എത്രയാണ്, 2.25 വരും. അപ്പോൾ K' = 2.25K. 1K പറഞ്ഞാൽ 100%, 2K പറഞ്ഞാൽ 200%. ഇവിടെ 2.25K പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇറ്റ് വിൽ ബി 225%. നേരത്തെ അത് 100% ആയിരുന്നു, ഇപ്പോൾ 225% എന്ന് പറഞ്ഞാൽ 125% കൂടി എന്നർത്ഥം. ഓക്കെ, സോ ഇൻക്രീസ്ഡ് ബൈ 125%.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് നമുക്ക് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോഴ്സ് പൊസിഷൻ ഗ്രാഫ് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളോട് വർക്ക് ഡൺ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഈ ഏരിയ അണ്ടർ ദ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് അല്ലെങ്കിൽ ഫോഴ്സ് പൊസിഷൻ ഗ്രാഫ് അതാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇതൊരു ട്രപ്പീസിയമാണ്. അതായത് ഈ ഷേപ്പ് ഉണ്ടല്ലോ, രണ്ട് സൈഡ്സ് പാരലൽ ആണെങ്കിൽ അതിനെ നമ്മൾ ട്രപ്പീസിയം എന്നാണ് പറയുക. ഇത് ഓക്കെ, ആ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാൻ നമ്മൾ പാരലൽ സൈഡ്സിൻ്റെ ആവറേജ് കാണാം. പാരലൽ സൈഡ്സിൻ്റെ ആവറേജ് പറഞ്ഞാൽ ഒരെണ്ണം ഈ സൈഡും പിന്നെ അടുത്തത് ഈ സൈഡുമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ആവറേജ് കാണുമ്പോൾ ഇവിടെ 3 to 7 എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ്, ഇവിടെ 3 to 12 ആണ്, അതായത് 9 യൂണിറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആവറേജ് പറഞ്ഞു കഴിഞ്ഞാൽ 4 + 9/2. ഇനി ആ പാരലൽ സൈഡ്സിന് ഇടയ്ക്കുള്ള സെപ്പറേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ്. സെപ്പറേഷൻ എത്രയത് ഇത് വരും, അതായത് 2 യൂണിറ്റ്സ് വരും. അപ്പോൾ 4 + 9/2 × 2, അപ്പോൾ എത്രയാണ് 4 + 9 2 കട്ടാവും, 13 ജൂൾ എന്ന് കിട്ടും. ഓക്കെ, അതാണ് ആൻസർ, റൈറ്റ്. അതായത് നമ്മൾ ഫോഴ്സ് പൊസിഷൻ ഗ്രാഫ് ആണെങ്കിലും ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് ആണെങ്കിലും ഒരേപോലെ തന്നെയാണ്. അതിൻ്റെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് കിട്ടും. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് എന്താണോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് ടൈം. ചോദ്യം വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഇൻ ഫസ്റ്റ് 2 seconds. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി എന്താണെന്നറിയോ, ഈ ഡിസ്പ്ലേസ്മെൻറ്റിൽ നിങ്ങൾ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെലോസിറ്റി കിട്ടും. ഇനി അല്ലെങ്കിൽ എന്താണെന്നറിയോ, S = UT + ½ AT². അതിൽ നോക്കൂ, UT എന്നുള്ള അതില്ല, ½ AT² മാത്രമേ ഉള്ളൂ. അപ്പോൾ ½ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1/3 ആണ്. അപ്പോൾ A എന്ന് പറഞ്ഞാൽ 2/3 ആണ്. ഓക്കെ, അപ്പോൾ A = 2/3 ആണെങ്കിൽ വെലോസിറ്റി V = U + AT, U 0 ആണ്. ഓക്കെ, പിന്നെന്താ AT പറഞ്ഞാൽ 2/3T വരും. ഓക്കെ, അതാണ് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി = 2/3T. ഏത് സമയത്തെ വെലോസിറ്റി കാണണം ആ സമയത്തിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്കിവിടെ കാണേണ്ടത് എന്താണോ, യു ഹാവ് ടു ഫൈൻഡ് ദ വർക്ക് ഡൺ. വർക്ക് ഡൺ = ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. കാണേണ്ടത് ഫസ്റ്റ് 2 secondsലാണ്. അതായത് ടൈം 0 ആകുമ്പോൾ കാണണം. ടൈം 0 ആകുമ്പോൾ വെലോസിറ്റി 0 കിട്ടും. അതുപോലെ ടൈം 2 seconds ആകുമ്പോൾ എത്രയാ, Tക്ക് പകരം 2 കൊടുത്താൽ 4/3 കിട്ടും. അപ്പോൾ വെലോസിറ്റി 0 4/3 ആവുമ്പോൾ ഉണ്ടാവുന്ന വർക്ക് ഡൺ ആണ് നമ്മൾ ചോദിക്കുന്നത്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടാൽ മതി. അപ്പോൾ ആ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി ഹാഫ്, മാസ് അവർ തന്നിട്ടുണ്ട് 3 കിലോഗ്രാം, വെലോസിറ്റി അറ്റ് ദ എൻഡ് ഓഫ് 2 seconds 4/3 ആണ് സ്ക്വയർ. ഓക്കെ, ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, 8/3 ജൂൾ എന്ന് വരും. ഓക്കെ, അതായത് 8/3 ജൂൾ. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ വെറുതെ കിട്ടുന്നതാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മാത്രമല്ല വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൽ പെട്ടതുമാണ്. ഇഫ് എ വെക്ടർ ഈസ് ഗിവൺ ഇൻ കമ്പോണൻറ്റ് ഫോം, പിന്നെ പെർപെൻഡിക്കുലർ ടു അനദർ വെക്ടർ ദാറ്റ് ഈസ് ഓൾസോ ഗിവൺ ഇൻ കമ്പോണൻറ്റ് ഫോം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്നാ, കറസ്പോണ്ടിങ് കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ്, 2 × 4 പറഞ്ഞാൽ 8. 2 ഇവിടെ എന്താ ശ്രദ്ധിക്കണം നിങ്ങൾ നോക്കൂ, ഇവിടെ 2i + 3j + 8k എന്നാണ്. പക്ഷേ രണ്ടാമത്തേൽ 4j - 4i എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2i കമ്പോണൻറ്റ് ഇവിടെ 2 - 4 അപ്പോൾ 2 × -4 എന്ത് വരും, -8 വരും. ഓക്കെ, പിന്നെ അടുത്ത് j കമ്പോണൻറ്റ് ഇവിടെ 3 ആണ്, ഇവിടെ 4 ആണ്. അപ്പോൾ 3 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 12 വരും. k കമ്പോണൻറ്റ് 8 ആൽഫ എന്നാണ്. അപ്പോൾ ഇവിടെ 3 × 4 12 - 8. 12 - 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എത്രയാ, 12 - 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വരും. ആ 4നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ -4 വരും. അപ്പോൾ 8 ആൽഫ = -4, ആൽഫ = -1/2 വരും. അതായത് ഈ സാധനം വരും. ഓക്കെ, പിന്നെ ഇത് വേറൊരു പരിപാടിയാണ് കേട്ടോ. അതായത് പാർട്ടിക്കിൾ മൂവ്സ് വിത്ത് വെലോസിറ്റി, അതായത് വെലോസിറ്റി ഈസ് ഗിവൺ ഇൻ കമ്പോണൻറ്റ് ഫോം under the action of a force that is also given in component form. Instantaneous power പറഞ്ഞാൽ ഫോഴ്സ് ഡോട്ട് വെലോസിറ്റി, ഡോട്ട് പ്രോഡക്റ്റ് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾ റീറൈറ്റ് അത് രണ്ടാമത് എഴുതാനൊന്നും നിൽക്കണ്ട, നേരെ അവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഐ കമ്പോണൻറ്റ് ഇവിടെ 6 ആണ്, അവിടെ 320 ആണ്. അപ്പോൾ 6 × 20 പറഞ്ഞാൽ 120. ഓക്കെ, നേരെ ഇവിടെ എഴുതി. ഇനി അടുത്ത് ജെ കമ്പോണൻറ്റ് ഇവിടെ -4 ആണ്, അവിടെ +15 ആണ്. അപ്പോൾ -60 വരും, അത് നേരെ ഇവിടെ എഴുതി. ഇതൊന്നും വേണ്ട, ഇത് മാത്രം മതി. ഓക്കെ, പിന്നെ അടുത്തത് കെ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3ഉം -5 ആണ്, -15 എന്ന് വരും, അത് ഇവിടെ എഴുതി. ഓക്കെ, അപ്പോൾ 45 Joule/s എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. നിങ്ങൾക്ക് എക്സാമിന് വരുന്നതിൽ കൂടുതൽ ചോദ്യങ്ങൾ സിമ്പിളായിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്, മനസ്സിലായില്ലേ? സെയിം ഓർ സിമിലർ ക്വസ്റ്റ്യൻ
മനസ്സിലാവുന്നില്ല, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്നറിയോ, ഇതും വളരെയധികം പോസിബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ലോങ് സ്പ്രിംഗ് വെൻ സ്ട്രെച്ച്ഡ് ബൈ 2 cm is u. If the spring is stretched by 8 cm, potential energy stored in it will be. ഓക്കെ, അതിൽ ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ½ k(x²), അതായത് പൊട്ടൻഷ്യൽ എനർജി പ്രപ്പോർഷണൽ ടു x² പറയാം, എക്സ്റ്റൻഷൻ്റെ സ്ക്വയറിന് പറയാം. അപ്പോൾ u'/u പറഞ്ഞാൽ x'/x², അപ്പോൾ നമുക്ക് എത്ര വരും? 16u എന്ന് വരും. ഓക്കെ, ഇനിയിപ്പോൾ എന്താണോ ഇത് ഇവിടെ നമുക്ക് 16u ആണ് ആൻസർ വരുന്നത്. ഇനിയിപ്പോൾ അവർ ചോദിച്ചത് വർക്ക് ഡൺ ഇൻ സ്ട്രെച്ചിങ് എ സ്പ്രിംഗ് ബൈ 2 cm is u. Okay, what would be the work done in increasing the extension from 2 to 8 cm? Okay, അപ്പോൾ ഇനീഷ്യൽ എനർജി u ആണ്, ഫൈനൽ എനർജി 16u ആണ്. വർക്ക് ഡൺ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താ ഡിഫറൻസാ? അതായത് 15u എന്നാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ അതല്ല ചോദിച്ചിരിക്കുന്നത്, ഫൈനൽ എനർജി എത്രയാണെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് മാത്രമേ കാണുന്നുള്ളൂ, 16u. ഇനി റൊട്ടേഷണൽ മോഷനിൽ നിങ്ങൾ അറിയേണ്ടത് സെൻറ്റർ ഓഫ് മാസ് മോഷൻ, പിന്നെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, പിന്നെ കമ്പാരിസൺ ഓഫ് ലീനിയർ മോഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ അതിനകത്ത് ഒന്ന് നമ്മൾ ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ, ഇത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനകത്ത് 2 പാർട്ടികളൊക്കെ തന്നിട്ട് സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ ചോദിച്ചേക്കാം. അപ്പോൾ അതിൽ 3 masses are placed on the axis, 300 gram at origin, 500 gram at x equal to 40 and 400 gram at x equal to 70, the distance of the center of mass from the origin. ഇവിടെ x ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, m1 x1 + m2 x2 + m3 x3 / m1 + m2 + m3, ഇതാണ് ഫോർമുല. അതിൽ 2 ആണെങ്കിൽ നമ്മൾ 2 ടേമേ ഉണ്ടാവുള്ളൂ, ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിലും അത് തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലൈനിൽ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഒരു കോർഡിനേറ്റ് മാത്രമേ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. നമ്മളൊരു പ്ലെയിനിലാണ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഉണ്ടെങ്കിൽ എക്സ് കോർഡിനേറ്റ് അതേപോലത്തെ ഇക്വേഷൻ വൈ കോർഡിനേറ്റിനും എഴുതുക, കണ്ടുപിടിക്കുക, അത് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ചെയ്താൽ കിട്ടുന്നത് 40 cm എന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. ഓക്കെ, സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ. ഇത് കമ്പാരിസൺ ഓഫ് ലീനിയർ ആൻഡ് റൊട്ടേഷണൽ മോഷനാണ്. A wheel has angular acceleration of 3 radians per second square and an initial angular speed of 2 radians per second in a time of 2 seconds. It has rotated through an angle in radian. അപ്പോൾ ആൽഫ ആംഗുലർ ആക്സലേഷൻ 3 radians per second square തന്നിട്ടുണ്ട്, ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി 2 radians per second പറഞ്ഞിട്ടുണ്ട്, ടൈം 2 seconds തന്നിട്ടുണ്ട്. അപ്പോൾ തീറ്റ ഈക്വൽസ് ω0t + ½ alpha t² ആണ്. അപ്പോൾ അതിനകത്ത് ടൈം 2 seconds ആണ്. ഓക്കെ, ആൽഫ 3 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര വരും? 6 വരും, ഇവിടെ 4 വരും. 6 + 4 പറഞ്ഞു കഴിഞ്ഞാൽ 10 radians വരും. ഓക്കെ, നമ്മൾ ലീനിയർ ഡൈനാമിക്സിൽ S = ut + ½ at². അതുപോലെ V = u + at പകരം ഇവിടെ ω = ω0 + alpha t പറയാം. അതുപോലെ V² = u² + 2as പകരം നമുക്ക് എന്ത് പറയാം? ω² = ω02² + 2 alpha theta പറയാം. പിന്നെ നമ്മൾ ലീനിയർ മെക്കാനിക്സിൽ നമ്മൾ എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ. അപ്പോൾ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ സക്സസീവ് ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം 1:3:5 അങ്ങനെ പോകും. അതുപോലെ when a body starts from rest and rotates with uniform angular acceleration, അപ്പോൾ റേഷ്യോ ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ സക്സസീവ് ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം 1:3:5:7 അങ്ങനെ പോകും. ഓക്കെ, അങ്ങനെ ആ ലീനിയർ മെക്കാനിക്സിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതേപോലെ റൊട്ടേഷണൽ മോഷനിൽ നമുക്ക് കറസ്പോണ്ടിങ് റിലേഷൻ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് എ തിൻ സർക്കുലർ റിംഗ് ഓഫ് മാസ് m and radius r is rotating about its axis with constant angular velocity ω. റിംഗ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ mr². ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഇൻറ്റു ആംഗുലർ വെലോസിറ്റി mr² × ω, അതാണ് ആംഗുലർ മൊമെൻറ്റം. ഇനി നമ്മൾ വളരെ എന്താ പറഞ്ഞിരിക്കണേന്നറിയോ, 4 objects each of mass small m are generally kept at the opposite ends of 2 perpendicular diameters. 4 പോയിന്റ് മാസസ് നമ്മൾ ഈ സിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് പതുക്കെ വെച്ചു. ഓക്കെ, ഈ റിങ്ങിൻ്റെ മേലെ, അതായത് ഇങ്ങനെ വരും. ഓക്കെ, 4 എണ്ണം. അപ്പോൾ ഇപ്പോൾ റിങ്ങും ഉണ്ട്, ഈ 4 പോയിന്റ് മാസും ഉണ്ട്. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ പറഞ്ഞ റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ പ്ലസ് ഈ 4 പോയിന്റ് മാസസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, അപ്പോൾ mr² + 4mr² വരും. ഓക്കെ, ഇൻറ്റു ω'. ഇത് ഇനീഷ്യൽ ആംഗുലർ മൊമെൻറ്റം, ഇത് ഫൈനൽ ആംഗുലർ മൊമെൻറ്റം. ഇവിടെ എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലാത്ത കാരണം ആംഗുലർ മൊമെൻറ്റം കൺസേർവ് ചെയ്യും. റൈറ്റ്, ഇതും ഈ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റവും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഒമേഗ ഡാഷ് ഈക്വൽ ടു എം ഒമേഗ ഡിവൈഡ് ബൈ എം പ്ലസ് 4m വരും. ഓക്കെ, അതായത് ഇതാണ് പിന്നീട് ഉണ്ടാവുന്ന ഫൈനൽ ആംഗുലർ വെലോസിറ്റി. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഒരു പോയിന്റ് മാസിൻ്റെ mr² ആണ്. അത് സ്കേലാറും അല്ല വെക്ടറും അല്ല, അത് ടെൻസറാണ്. പിന്നെ നമ്മൾ ഈ റെഗുലർ ബോഡീസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിലൊന്ന് തിൻ യൂണിഫോം റോഡ്, അതിൻ്റെ സെൻട്രൽ ആക്സിസ് വെച്ചിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ml²/12 ആണ്. എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ വൺ ഓഫ് ഇറ്റ്സ് എൻഡ്സ് എന്ന് പറഞ്ഞാൽ അത് ml²/3 ആണ്. ഓക്കെ, പിന്നെ നമ്മളെന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹോളോ ബോഡിക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാവും. അപ്പോൾ റിംഗ് ഉണ്ട്, ഡിസ്ക് ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ mr² ആണ്, മറ്റേതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ mr²/2 ആണ്. ഈ റിങ്ങിലും ഡിസ്കിലും അതിൽ വലുത് mr² ആണ്. അതെപ്പോഴും ഹോളോ ബോഡിക്കാവും എന്ന് പറഞ്ഞാൽ റിങ്ങിനാവും. ഓക്കെ, ഇനി കുറേ റിങ് മേലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോളോ സിലിണ്ടർ കിട്ടും. റിങ്ങിൻ്റെയും ഹോളോ സിലിണ്ടറിൻ്റെയും അപ്പോൾ സെയിം ആണ്, അത് mr². ഓക്കെ, ഇനി ഡിസ്കിൻ്റെ mr²/2 ആണ്. മനസ്സിലായില്ലേ? കുറേ ഡിസ്ക് മേലെ വെച്ച് കഴിഞ്ഞാൽ സോളിഡ് സിലിണ്ടർ കിട്ടും. അപ്പോൾ ഡിസ്കിൻ്റെയും സോളിഡ് സിലിണ്ടറേയും mr²/2 ആണ്. അപ്പോൾ റിങ് ഡിസ്ക് ഇതിൽ ഒന്ന് mr² ഒന്ന് mr²/2 ആണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും. അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹോളോ ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാവും. അതായത് റിങ് mr², ഡിസ്ക് mr²/2. ഇനി സോളിഡ് സ്ഫിയർ ഉണ്ട്, ഹോളോ സ്ഫിയർ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷെല്ല്, കുറച്ചുകൂടെ കറക്റ്റ് അതാ. ഒന്ന് 2/3 mr², ഒന്ന് 2/5 mr². അതിൽ വലുത് 2/3 mr² ആണ്. അതാണ് ഹോളോ സ്ഫിയർ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷെൽ. ഇനി സോളിഡ് സ്ഫിയറിൻ്റെ എത്രയാണ്? 2/5 mr² ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റിങ്, ഡിസ്ക്, ഹോളോ സിലിണ്ടർ, സോളിഡ് സിലിണ്ടർ, പിന്നെ ഹോളോ സ്ഫിയർ ആൻഡ് സോളിഡ് സ്ഫിയർ, ഇങ്ങനെ 6 എണ്ണത്തിൻ്റെ കാര്യം നിങ്ങൾ അറിയേണ്ടതുള്ളൂ. ഓക്കെ, ഇനി ഒരു ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പറയുമ്പോൾ നമ്മൾ അപ്പോൾ 1/2 mr², 2/3 mr², അല്ലെങ്കിൽ 2/5 mr², അങ്ങനെയൊക്കെ പറയുമല്ലോ. mr²ൻ്റെ കൂടെ വരുന്ന കോഎഫിഷ്യൻ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു k²/r², വേർ k ഈസ് കോൾഡ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ റിങ്ങിൻ്റെ k²/r² പറഞ്ഞാൽ റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ 1 mr². അപ്പോൾ റിങ്ങിൻ്റെ k²/r² 1 ആണ്. ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ 1/2 mr². അപ്പോൾ ഡിസ്കിൻ്റെ k²/r² എന്ന് പറഞ്ഞാൽ അത് 1/2 ആണ്. ഈ k²/r² എന്നുള്ള റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പല എക്സ്പ്രഷനിലും വരുന്നുണ്ട്. അപ്പോൾ ഹോളോ സ്ഫിയർ ആണെങ്കിൽ അതിൻ്റെ k²/r² 2/3 ആണ്. ബിക്കോസ് അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ 2/3 mr². ഓക്കെ, പിന്നെ നമ്മൾ പാരലൽ ആക്സസ് തിയറം ഉണ്ട്. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഫോർ എനി റിജിഡ് ബോഡി എന്നാണ്. ഏത് ഷേപ്പിലുള്ള ബോഡിക്ക് നമുക്ക് പാരലൽ ആക്സസ് തിയറം ഉപയോഗിക്കാം. ഈ പാരലൽ ആക്സസ് തിയറം എന്താ സംഭവം എന്നറിയോ? ഇപ്പോൾ നമുക്ക് ഒരു ആക്സിസ് തന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ആക്സിസ്. ഇപ്പോൾ ഈ ആക്സിസ് വെച്ചുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആയി കണ്ടുപിടിക്കണം വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ആ തന്നിരിക്കുന്ന ആക്സിസിന് പാരലലായിട്ട് സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഗിവൺ ആക്സിസ് ഇങ്ങനെ വിചാരിച്ചു, അപ്പോൾ സെൻറ്റർ ഓഫ് മാസിലൂടെ നമ്മൾ എടുക്കുന്ന ആക്സിസും അങ്ങനെ ആവണം, പാരലാവണം. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ പോയിന്റ് ഓഫ് സിമെട്രി. അത് വെച്ചുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് അറിയണ്ടാവും, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഗിവൺ ആക്സിസ് വെച്ചുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണൽ വളരെ എളുപ്പമാണ്. ഈ സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് വെച്ചുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ICM. ഓക്കെ, പ്ലസ് പിന്നെന്താ ബോഡിയുടെ മാസ് m, രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് a. ഇതാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനുള്ള വഴി യൂസിങ് ദ പാരലൽ ആക്സസ് തിയറം. പക്ഷേ ഈ പെർപെൻഡിക്കുലർ ആക്സസ് തിയറം ഉണ്ടല്ലോ, ഇത് നമുക്ക് പ്ലെയിൻ ബോഡീസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഒരു സ്ഫിയറിന് പെർപെൻഡിക്കുലർ ആക്സസ് തിയറം പറ്റില്ല, പക്ഷേ ഒരു ഡിസ്കിന് പറ്റും, ഒരു റിങ്ങിന് പറ്റും. മനസ്സിലായോ? പാരലൽ ആക്സസ് തിയറം ഏതിനും പറ്റും. പെർപെൻഡിക്കുലർ ആക്സസ് തിയറം ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ഫോർ പ്ലെയിൻ ബോഡീസ്. ഒരു സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കിടക്കണം. മനസ്സിലായില്ല? ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ പാടില്ല. അങ്ങനെയുള്ള ബോഡീസിന് മാത്രമേ നമുക്ക് പെർപെൻഡിക്കുലർ ആക്സസ് തിയറം ഉപയോഗിക്കാൻ പറ്റൂ. അതിൽ നമ്മൾ ഇവിടെ സപ്പോസ് ബോഡി ഉള്ളത് ഈ പ്ലെയിൻ ബോഡി XY പ്ലെയിനിലാണ് എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ബോഡിയുടെ പ്ലെയിനിന് നോർമൽ ആയിരിക്കും Z ആക്സിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം IZ = IX + IY. ഈ IXും IYയും എന്താ? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ പ്ലെയിൻ ബോഡി എബൌട്ട് 2 പെർപെൻഡിക്കുലർ ആക്സസ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ബോഡി എന്നാണ്. ഇത് ഈ 2 ആക്സസും ബോഡിയുടെ പ്ലെയിനിലാണ്. ഓക്കെ, ഇപ്പോൾ ഇതൊരു ഡിസ്കാണ് വിചാരിച്ചു, ഇതൊരു ഡയമീറ്റർ ആണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I വിചാരിച്ചു. ഇത് അതേപോലത്തെ ഡയമീറ്റർ ആണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I. അപ്പോൾ ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്, ഇത് I ആണ്, ഇത് I ആണ്. അപ്പോൾ നമ്മളിത് ഈ ആക്സിസ് വെച്ചുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പറഞ്ഞാൽ ദിസ് പ്ലസ് ദിസ് എന്നാണ്, IX + IY, VIZ പറഞ്ഞാൽ. അപ്പോൾ 2I വരും. ഓക്കെ, അപ്പോൾ ഈ ഡയമീറ്റർ വെച്ച് I, ഈ ഡയമീറ്റർ വെച്ച് I, ദിസ് ഈസ് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. അതെന്താ? അത് 2I വരും. ഓക്കെ,
നോക്കൂ, ദ റേഷ്യോ ഓഫ് ദി റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ തിൻ യൂണിഫോം ഡിസ്ക് about an axis passing through its center and normal to its plane to the radius of gyration of the disk about its diameter. അപ്പോൾ ഈ ഡയമീറ്റർ വെച്ചുള്ള മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ ഐ വിചാരിച്ചു. അപ്പോൾ ഈ ഡയമീറ്റർ വെച്ചിട്ടും ഐ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ചിട്ടാണെങ്കിൽ ദിസ് ഈസ് ആൻ ആക്സിസ്, ഇത് അങ്ങനെ പാസ് ചെയ്യുന്നത് ആക്സിസ് പാസിങ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആൻഡ് നോർമൽ ടു ഇറ്റ്സ് പ്ലെയിൻ. അപ്പോൾ ഈ ആക്സിസ് വെച്ചുള്ള മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ 2i ആവും. അതാണ് അവർ ആദ്യം പറഞ്ഞ ആക്സിസ്. അപ്പോൾ I1 ഈക്വൽ ടു 2i, ഇത് I1 ഈക്വൽ ടു 2i. രണ്ടാമത് പറഞ്ഞ ഈ ഡയമീറ്റർ ആണ്. അപ്പോൾ I2 ഈക്വൽ ടു i. ഓക്കെ, ഇനി ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ പറഞ്ഞാൽ ജനറലി mk² ആണ്. k ഈസ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ k ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് i എന്ന് വരും. അപ്പോൾ k1/k2 പറഞ്ഞാൽ റൂട്ട് ഓഫ് I1/I2. ഓക്കെ, അതായത് 2i/i പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, √2:1 വരും. ഓക്കെ, √2:1 പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഗ്രാവിറ്റേഷനിൽ ഈ കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ, ഒന്ന് നമ്മൾ എന്താ പ്ലാനറ്റ് സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. ഒന്ന്. രണ്ടാമത്തത് സ്ക്വയർ ഓഫ് ദ പീരിയഡ് ഓഫ് എ പ്ലാനറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ഇറ്റ്സ് സെമി മേജർ ആക്സിസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പ്ലാനറ്റ് എടുത്ത സമയം T1 വിചാരിച്ചോളൂ, ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ എടുത്ത സമയം T2 വിചാരിച്ചോളൂ. ആ സമയം ഈക്വൽ ആണെങ്കിൽ ഏരിയയും ഈക്വൽ ആവും. ഓക്കെ, അപ്പോൾ അതിൽ if T1 is the time for the planet to move from C to D and T2 is the time for the planet to move from A to B, അവിടെ പറഞ്ഞിരിക്കുന്ന ഷെയ്ഡഡ് ഏരിയാസ് SCD is twice the shaded area SAB എന്നാണ്. ഈ ഏരിയയുടെ ഡബിളാണിത്. അപ്പോൾ സമയം ഡബിൾ ആവണം. അതായത് T1 ഷുഡ് ബി ഈക്വൽ ടു 2T2. മനസ്സിലായില്ലേ? ഏരിയൽ വെലോസിറ്റി സെയിം, ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഈക്വൽ ടൈമിൽ ഈക്വൽ ഏരിയ. അപ്പോൾ ഇവിടെ ഏരിയ ഡബിൾ ആണെങ്കിൽ സമയവും ഡബിൾ ആവും. ഓക്കെ, നെക്സ്റ്റ്, the period of revolution of a planet A around the sun is 8 times that of B. The distance of A from the sun is how many times greater than that of B from the sun? Okay, അപ്പോൾ അതിൽ നമുക്ക് എന്ത് പറയാം, T² പ്രൊപ്പോർഷണൽ ടു R³ എന്നാണ്. അതിൽ നമുക്ക് T1/T2 ഈക്വൽ ടു R1/R2 ഹോൾ ക്യൂബ് എന്നാണ്. അതിൽ ഇറ്റ്സ് ഗിവൺ ദാറ്റ് T1 ഈക്വൽ ടു 8T2. അപ്പോൾ T1/T2 ഈക്വൽ ടു 8 അല്ലെങ്കിൽ 2³ എന്ന് പറയാം. ഓക്കെ, T1/T2. അപ്പോൾ നമുക്ക് എന്താ പറയാം, T1/T2 പറഞ്ഞു കഴിഞ്ഞാൽ 2³ ആണ്. R1/R2 ഈക്വൽ ടു T1/T2 ഹോൾ റേസ് ടു 2/3. അപ്പോൾ T1/T2 ഹോൾ റേസ് ടു 1/3 ഹോൾ സ്ക്വയർ വരും. ഈ T1/T2 പറഞ്ഞാൽ 2³ റേസ് ടു 1/3 പറഞ്ഞാൽ 2 വരും. 2² പറഞ്ഞാൽ 4 വരും. ഓക്കെ, അപ്പോൾ എന്താ 4 ടൈംസ് ഗ്രേറ്റർ ആണ്. 4 ടൈംസ് ഗ്രേറ്റർ. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, ഒരു ഇക്വേഷൻ, ഒരു ഫോർമുലയാണ്. അപ്പോൾ അത് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എ ബോഡി വെയ്സ് 72 Newton ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. വാട്ട് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ഇറ്റ് അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ദ റേഡിയസ് ഓഫ് എർത്ത്? അതിൽ ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h. അപ്പോൾ G വിത്ത് സഫിക്സ് h പറഞ്ഞാൽ ഇത് എർത്തിൻ്റെ സർഫസിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിവൈഡ് ബൈ 1 + h/r ഹോൾ സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ അതിൽ എന്താ അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ദ റേഡിയസ് ഓഫ് എർത്ത്. അപ്പോൾ എച്ചിന് പകരം R/2 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും, 1 + 1/2 വരും. 1 + 1/2 പറഞ്ഞാൽ 3/2. 3/2 ഹോൾ സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ 9/4. 4 മേലെ പോകും, 4G/9 വരും. അപ്പോൾ G വിത്ത് സഫിക്സ് h ഈക്വൽ ടു 4G/9. അപ്പോൾ വെയിറ്റ് അറ്റ് എ ഹൈറ്റ്, ഓക്കെ, mg വിത്ത് സഫിക്സ് h. അപ്പോൾ m × 4G/9 വരും. അതിൽ ആ mgക്ക് പകരം നമുക്ക് 72 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ് വരും, 72 9 കട്ട് ചെയ്യുമ്പോൾ 8 വരും. 8 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ന്യൂട്ടൺ വരും. ഓക്കെ, ഇതാണ് വരിക 32 ന്യൂട്ടൺ. Now the height at which the weight of a body becomes 1/16th its height on the surface of earth. ഓക്കെ, അപ്പോൾ അതിൽ ഇതാണ് G വിത്ത് സഫിക്സ് h ഈക്വൽ ടു G × 1 + h/r ഹോൾ സ്ക്വയർ. ദിസ് ഈസ് വാലിഡ് ഫോർ എനി ഹൈറ്റ് h above the surface of earth എന്നാണ്. ഓക്കെ, ഏത് ഹൈറ്റിനും ഇത് വാലിഡാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ദിസ് ഈസ് ഈക്വൽ ടു G/16 എന്നാണ്. അപ്പോൾ 1 + h/r ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16. അപ്പോൾ 1 + h/r പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 വരും. അപ്പോൾ h/r പറഞ്ഞാൽ 3 വരും. അപ്പോൾ h ഈക്വൽ ടു 3r വരും. ഓക്കെ, h ഈക്വൽ ടു 3r.
ഇനി അടുത്തത് എന്താണെന്ന് അറിയാം, എ ബോഡി ഓഫ് മാസ് എം ഈസ് ടേക്കൺ ഫ്രം ദ എർത്ത് സർഫസ് ടു എ ഹൈറ്റ് ഈക്വൽ ടു ട്വൈസ് ദ റേഡിയസ് ഓഫ് എർത്ത്. ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബോഡി വിൽ ബി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിൽ ഈക്വൽ ടു ട്വൈസ് ദ റേഡിയസ് ഓഫ് എർത്ത് ഇതാ. അപ്പോൾ നമ്മൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് എച്ച് ഹൈറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് ചെയ്യേണ്ട വർക്ക് ഡെൽറ്റ യു ഈക്വൽ ടു mgh/1 + h/r എന്നാണ്. അവിടെ എന്താ see from the earth surface to a height equal to twice the radius of earth എന്നാ. അപ്പോൾ h equal to 2r. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ എച്ചിന് 2r കൊടുക്കുമ്പോൾ ഇവിടെ 1 + 2 വരും, അതായത് 3 വരും. മേലെ എച്ചിന് പകരം 2r കൊടുക്കുമ്പോൾ 2mgr/3 വരും. ഓക്കെ, 2mgr/3 വളരെ പ്രധാനപ്പെട്ട റിലേഷനാണ് ഇത് കേട്ടോ. ഡെൽറ്റ യു ഈക്വൽ ടു mgh/1 + h/r. നമ്മൾ ഒരു ബോഡി എസ്കേപ്പ് വെലോസിറ്റിയിൽ എറിഞ്ഞാൽ ഈ എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഏത് ആംഗിളിൽ എറിഞ്ഞാലും ഒരേ വാല്യൂവിൽ എറിഞ്ഞാലേ പുറത്തേക്ക് പോകുള്ളൂ. അതായത് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് എസ്കേപ്പ് വെലോസിറ്റി 11.2 km/s. അത് ഏത് ആംഗിളിൽ എറിഞ്ഞാലും 11.2 ആണ്. അപ്പോൾ എന്തായാലും എസ്കേപ്പ് വെലോസിറ്റിയിൽ എറിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ കൂടിയ വെലോസിറ്റിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരില്ല. അപ്പോൾ അതിന് മാക്സിമം ഹൈറ്റ് പറയില്ല. മാക്സിമം ഹൈറ്റ് ഇല്ലല്ലോ, മാക്സിമം ഹൈറ്റ് ഉണ്ടാവണമെങ്കിൽ ആ ഹൈറ്റ് എത്തിയിട്ട് തിരിച്ചിങ്ങോട്ട് വരണം. അപ്പോൾ when a body is projected with a velocity less than escape velocity, it will reach a maximum height and then returns. അപ്പോൾ മാക്സിമം ഹൈറ്റിൽ പോയിട്ട് തിരിച്ചു വരിക. അപ്പോൾ ഈ മാക്സിമം ഹൈറ്റ് കാണണമെങ്കിൽ ഈ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ഷുഡ് ബി സ്മോളർ ദാൻ എസ്കേപ്പ് വെലോസിറ്റി. അത് k ടൈംസ് എസ്കേപ്പ് വെലോസിറ്റി വിചാരിക്കുക. അപ്പോൾ k എന്ന് പറഞ്ഞാൽ 0.9 0.8 അല്ലെങ്കിൽ 0.5 അങ്ങനെയൊക്കെയാണ് വിചാരിക്കുക. അത് ലെസ് ദാൻ 1 ആവണം, എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കുറവാണ്. അപ്പോൾ ഈ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി k ടൈംസ് എസ്കേപ്പ് വെലോസിറ്റി വേർ k ഈസ് ലെസ് ദാൻ 1. ഇവിടെ നോക്കൂ, ദാ k വിയിൽ എറിഞ്ഞു, അതിൽ k ലെസ് ദാൻ 1 ആണ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഒരു മാക്സിമം ഹൈറ്റ് എത്തിയിട്ട് തിരിച്ചു വരും. ആ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ k² റേഡിയസ് ഓഫ് എർത്ത് ഡിവൈഡഡ് ബൈ 1 - k² എന്നാ. അതാണ് ഈ എഴുതിയിരിക്കുന്നത്, k²r ഡിവൈഡ് ബൈ 1 - k². ഓക്കെ, അതെങ്ങനെ കിട്ടിയെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഇതേ ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോക്കാം, അല്ലെങ്കിൽ അതിനകത്ത് അത് അങ്ങനെ തന്നെ ചോദിക്കാൻ പറ്റും. നെക്സ്റ്റ്, if v is the escape velocity and vo is the orbital velocity of a satellite for orbit close to the earth's surface, then these are related by. അതിൽ ഈ എസ്കേപ്പ് വെലോസിറ്റിയെ നമ്മൾ സെക്കൻഡ് കോസ്മിക് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റിയും നമുക്ക് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്നാണ് പറയുക. ഇത് തമ്മിലുള്ള റിലേഷൻ VE = √2VO എന്നാണ്. VE = √2VO, അതായത് ഇത് ആണ് കറക്റ്റ് ഓപ്ഷൻ. അത് സാധാരണ ചോദിക്കാറില്ല. നെക്സ്റ്റ്, the radii of circular orbits of two satellites A and B of the Earth are 4r and r respectively. If the speed of satellite A is 3v, then the speed of satellite B will be. അതിൽ സാറ്റലൈറ്റിൻ്റെ സ്പീഡ് v = √gm/r ആണ്. vb/va പറഞ്ഞു കഴിഞ്ഞാൽ √ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ √√ റേഡിയസാണ്. അപ്പോൾ RA/RB വരും. RA പറഞ്ഞാൽ 4r ആണ്, RB പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ നമുക്ക് 2 വരും. അപ്പോൾ VB = 2VA. അതിൽ VA എന്താ, ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് A is given as 3v. അപ്പോൾ എന്താ വരിക, 6v വരും. 6v പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമുക്ക് എന്ത് പറയാം, പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് പറയാം. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് ആൻഡ് റിജിഡിറ്റി മോഡുലസ്. അപ്പോൾ അതിനകത്ത് തന്നെ ഏറ്റവും സാധ്യതയുള്ള ഈ യങ്സ് മോഡുലസിൽ നിന്ന് തന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ അതിൽ ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2 wires A and B of same മെറ്റീരിയൽ സെയിം ആകുമ്പോൾ യങ്സ് മോഡുലസ് സെയിം ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് the length are in the ratio 1:2 and the diameters are in the ratio 2:1. If they are pulled by the same force, the increase in length will be in the ratio. അതിൽ ഡെൽറ്റ എൽ, അതായത് ഇലോങ്ങേഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു FL ഡിവൈഡഡ് ബൈ AY എന്നാണ്. FL പറഞ്ഞാൽ ഒറിജിനൽ ലെങ്ത്, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ, Y പറഞ്ഞാൽ യങ്സ് മോഡുലസ്. അതിൽ ആ ക്രോസ് സെക്ഷണൽ ഏരിയ ഞാൻ πd²/4 എന്ന് എഴുതി. ഇവിടെ നമുക്ക് 2 വയറുണ്ട്, 2 വയറും ഇലോങ്ങേറ്റ് ചെയ്തത് എന്താ, സെയിം ഫോഴ്സാണ്, ഫോഴ്സ് സെയിം ആണ്, യങ്സ് മോഡുലസ് സെയിം ആണ്. പിന്നെ നമുക്കെന്താ ഈ π/4 എന്നുള്ളത് സെയിം ആണ്. അപ്പോൾ നമുക്കെന്ത് പറയാം, ഇലോങ്ങേഷൻ പ്രപ്പോർഷണൽ ടു L/d² പറയാം. ഓക്കെ, L/d². 2 വയറിനും അത് മാത്രമാണ് വ്യത്യാസം. അപ്പോൾ നമുക്ക് ഡെൽറ്റ L1/ഡെൽറ്റ L2 പറഞ്ഞാൽ L1/L2 ഇൻറ്റു പിന്നെന്താ d2/d1 ഹോൾ സ്ക്വയർ പറയാം. ഓക്കെ, അതിൽ L1/L2 പറഞ്ഞാൽ 1/2
ഓക്കെ 1:2. പിന്നെ എന്താ ഡയമീറ്റേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 2:1 ആണ്. അപ്പോൾ d1/d2 2/1 ആണ്. അപ്പോൾ d2/d1 പറഞ്ഞാൽ 1/2 വരും. അപ്പോൾ 1/2 × 1/2 സ്ക്വയർ ദാറ്റ് ഈസ് 1/8 ഓർ വി ക്യാൻ സേ 1:8. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് see the Young's modulus of a wire is numerically equal to the stress which will. അതിൽ യങ്സ് മോഡുലസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ നമുക്ക് ഈ യങ്സ് മോഡുലസ് സ്ട്രെസ്സിന് ഈക്വൽ ആവണമെങ്കിൽ ഈ സ്ട്രെയിൻ 1 ആവണം. ഈ സ്ട്രെയിൻ 1 ആവണമെങ്കിൽ എന്താ Δl/L = 1 ആവണം. അതായത് Δl ഇലോങ്ങേഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ദ ഒറിജിനൽ ലെങ്ത്. ഇലോങ്ങേഷൻ അതായത് ഒറിജിനൽ ലെങ്ത് എത്രയാണോ അത്രയും ഇലോങ്ങേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഡബിൾ ആവണം എന്നർത്ഥം. ഓപ്ഷൻസ് നോക്കാം എന്താണെന്നുള്ളത്. ടു നോട്ട് ചേഞ്ച് വിച്ച് വിൽ നോട്ട് ചേഞ്ച് ദ ലെങ്ത് ഓഫ് ദി വയർ വിച്ച് ഡബിൾ ദ ലെങ്ത് ഓഫ് ദ വയർ. അപ്പോൾ അത് കറക്റ്റാ. ഈ ലെങ്ത് ഡബിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ലെങ്ത്തിൻ്റെ അത്ര തന്നെ ഇലോങ്ങേഷൻ ഉണ്ടായിരുന്ന. അപ്പോൾ Δl/L 1 ആവും. അപ്പോൾ യങ്സ് മോഡുലസ് വിൽ ബി ഈക്വൽ ടു സ്ട്രെസ്. ഇനി നോക്കൂ കേട്ടോ. ഇനി വയർ സ്ട്രെച്ച്ഡ് ബൈ ഹാങ്ങിങ് വെയിറ്റ് ഫ്രം ഇറ്റ്സ് എൻഡ് the elastic potential energy per unit volume. Okay, in terms of longitudinal strain sigma and Young's modulus y is. അതിൽ energy density or energy per unit volume പറഞ്ഞാൽ half Young's modulus പിന്നെ എന്താ strain square എന്നാണ്. ഓക്കെ, ഇതാണ് എനർജി ഡെൻസിറ്റി ഓർ എനർജി പെർ യൂണിറ്റ് വോളിയം ഹാഫ് വൈ സിഗ്മ സ്ക്വയർ. അപ്പോൾ ഹാഫ് വൈ സിഗ്മ സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി അതിനെ തന്നെ ഈ സാധനം തന്നെ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. ദാറ്റ് ഈസ് ദ എനർജി പെർ യൂണിറ്റ് വോളിയം ഓർ എനർജി ഡെൻസിറ്റി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എന്താ എക്സാക്ട്ലി ഈ ക്വസ്റ്റ്യൻ തന്നെയല്ല, പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതായത് സെയിം അല്ല, സിമിലർ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ദ വോളിയം ഓഫ് എൻ എയർ ബബിൾ ബിക്കംസ് 3 times ആസ് ഇറ്റ് റൈസസ് ഫ്രം ദ ബോട്ടം ഓഫ് ദ ലേക്ക് ടു ഇറ്റ് സർഫസ്. അതായത് ഇവിടുത്തെ നോക്കൂ, ഇവിടെ ഈ എയർ ബബിൾ എന്ന് പറഞ്ഞാൽ എയർ ട്രാപ്ഡ് ആയിട്ട് കിടക്കുക. ആ എയർ ബബിള് ഇവിടെ എത്തുമ്പോൾ വോളിയം 3 times ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുന്ന. ഈ വെള്ളത്തിൽ ത്രൂ ഔട്ട് ഒരേ ടെമ്പറേച്ചർ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എയറിൻ്റെ എക്സ്പാൻഷൻ ഈസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഓർ ഇറ്റ് ഈസ് എൻ ഐസോതേർമൽ പ്രോസസ്. അപ്പോൾ PV = കോൺസ്റ്റൻറ്റാണ്. മനസ്സിലല്ലേ? ഇവിടുത്തെ പ്രഷർ ഉണ്ടല്ലോ, ഇവിടുത്തെ പ്രഷർ പറഞ്ഞാൽ ഇവിടം വരെയുള്ളത് അറ്റ്മോസ്ഫറിക് പ്രഷർ പ്ലസ് വാട്ടർ കോളത്തിൻ്റെ പ്രഷറാണ് ഇവിടുത്തെ പ്രഷർ. ഓക്കെ, ഇവിടുത്തെ പ്രഷറിൻ്റെ വോളിയം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ പ്രഷറിൻ്റെ വോളിയം. ഇവിടുന്ന് മേലോട്ട് കയറുമ്പോൾ വോളിയം 3 times ആയി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പോൾ പ്രഷർ എന്തായി? പ്രഷർ 1/3 ആയി എന്നാ. അതായത് ഇവിടെ ഉള്ള പ്രഷറിൻ്റെ 1/3 ആണ് ഇവിടെ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രഷറിൻ്റെ 3 times ആണ് ഇവിടെ ഉണ്ടാവുക. ഇവിടെ P0 അറ്റ്മോസ്ഫറിക് പ്രഷർ ആണെങ്കിൽ ഇവിടെ 3 P0 ആവും. മനസ്സിലായില്ലേ? ഇനി ഇവിടുത്തെ പ്രഷർ പറഞ്ഞാൽ P0 പ്ലസ് ഈ വാട്ടർ കോളം കൊടുക്കുന്ന പ്രഷർ. ഇവിടെ P0 ആണ്, ഇവിടെ 3 P0. അപ്പോൾ വാട്ടർ കോളം കൊടുക്കുന്ന പ്രഷർ 2 P0, ട്വൈസ് ദി അറ്റ്മോസ്ഫറിക് പ്രഷർ. ഈ അറ്റ്മോസ്ഫറിക് പ്രഷർ പറഞ്ഞാൽ 75 centimeter ഓഫ് മെർക്കുറി ആണ്. മാത്രമല്ല ഈ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാട്ടർ കോളത്തിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫറിക് പ്രഷറിൻ്റെ ഡബിളാണ്. ഓക്കെ, അപ്പോൾ 2 P0 ദാറ്റ് ഈസ് ഈക്വൽ ടു ദ പ്രഷർ ഡ്യൂ ടു വാട്ടർ കോളം. ആ ഡെപ്ത് ഓഫ് ദി ലേക്ക് D വിചാരിച്ചോ. വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്താ? മെർക്കുറിയുടെ ഡെൻസിറ്റി റോ ആണെങ്കിൽ ρ/10 ആണ് വാട്ടറിൻ്റെ ഡെൻസിറ്റി. അപ്പോൾ HρG പ്രഷർ കാണാനുള്ളത്. വാട്ടർ കോളത്തിൻ്റെ ഹൈറ്റ് D ആണ്, ഡെപ്ത് ഓഫ് ദി ലേക്ക്. ഡെൻസിറ്റി ഓഫ് വാട്ടർ ρ/10 ആണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പിന്നെ P0 പറഞ്ഞ അറ്റ്മോസ്ഫറിക് പ്രഷർ 75 centimeter ഓഫ് മെർക്കുറി കോളത്തിൻ്റെ പ്രഷറാണ്. അപ്പോൾ 75 ഇൻറ്റു മെർക്കുറിയുടെ ഡെൻസിറ്റി ഇൻറ്റു G രണ്ട് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കളയാം. റോ രണ്ട് സൈഡിലും ഉണ്ട്, അത് കളയാം. ഇവിടെ D = 1500 centimeter എന്ന് വരും. അതായത് 1500 centimeter, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? D = 15 meter എന്ന് പറയാം. അതായത് ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. Next, see the Young's modulus of a wire of length capital L and radius R is Y, Newton per square meter. If the length is reduced to L/2 and radius R/2, its Young's modulus will be. ഇവിടെ നമ്മൾ ഈ യങ്സ് മോഡുലസ് പറഞ്ഞാൽ അത് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ഫിസിക്കൽ ഡയമെൻഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. നമ്മൾ തിൻ വയർ എടുത്താലും തിക്ക് വയർ എടുത്താലും, രണ്ട് വയറും ഒരേ മെറ്റീരിയൽ ആണെങ്കിൽ ഒരേ യങ്സ് മോഡുലസ് ആവും. നമ്മളൊരു ഷോർട്ട് വയർ എടുത്താലും ലോങ് വയർ എടുത്താലും ഒരേ മെറ്റീരിയൽ ആണെങ്കിൽ ഒരേ യങ്സ് മോഡുലസ് ആവും. അപ്പോൾ ഇത് പറയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ എന്താ
യങ്സ് മോഡുലസ് വിൽ ബി സെയിം ആസ് ബിഫോർ, അല്ലെങ്കിൽ y തന്നെയാവും. ഇത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ബെർണോളീസ് പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ. അതിനകത്ത് ഗെയിൽ ബ്ലോസ് ഓവർ എ ഹൗസ്, ദ ഫോഴ്സ് ഡ്യൂ ടു ഗെയിൽ ഓൺ ദ റൂഫ് ഈസ്. അതിൽ ഇപ്പോഴെന്താ, ഇത് റൂഫാണ്, മേലെ നിന്ന് താഴേക്കുള്ള പ്രഷറും താഴെ നിന്ന് മേലേക്കുള്ള പ്രഷറും ഈക്വലാണ്. ഇതാണ് ബെർണോളീസ് പ്രിൻസിപ്പിൾ. അപ്പോൾ അതിൽ ഈ സ്പീഡ് v കൂടിയാൽ പ്രഷർ കുറയും. ഓക്കെ, അപ്പോൾ മേലെ കാറ്റടിച്ചു കഴിഞ്ഞാൽ മേലത്തെ സ്പീഡ് ഓഫ് ദ എയർ കൂടി, അപ്പോൾ മേലേന്ന് താഴേക്കുള്ള പ്രഷർ കുറഞ്ഞു. ഓക്കെ, അപ്പോൾ റിസൾട്ടൻ ഫോഴ്സ് ഡ്യൂ ടു പ്രഷർ എന്താവും, മേലോട്ടാവും. അപ്പോൾ ഇത് മേലോട്ടാണ്, ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് അപ്വേർഡ്സ് എന്ന് പറയാം. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി നോക്കൂ, എ സോപ്പ് ബബിൾ ഓഫ് റേഡിയസ് എ ഈസ് ഫോംഡ് ഓൺ അനദർ ബബിൾ ഓഫ് റേഡിയസ് ബി. അതിൽ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ദി സോപ്പി ഫിലിം സെപ്പറേറ്റിംഗ് ദ ടു ബബിൾസ് ഈസ്. അതിൽ 2 ബബിൾസ് ഇതേ ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ സർഫസ് ഉണ്ടല്ലോ, അത് രണ്ടിനൂടെ കോമൺ ആണ്. ഞാൻ മുമ്പേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും കോൺകേവ് സൈഡിൽ പ്രഷർ കൂടുതലാവുന്ന. ഓക്കെ, നമുക്ക് എക്സസ് പ്രഷർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ, പി ഐ മൈനസ് പി ഒ ഈക്വൽ ടു 4t ഡിവൈഡ് ബൈ റേഡിയസാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ റേഡിയസ് കുറവായത് കാരണം ഇതിൻ്റെ എക്സസ് പ്രഷർ ഇതിൻ്റെ എക്സസ് പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അതായത് നോക്കൂ, ഈ P2 വിൽ ബി മോർ ദാൻ P1 എന്നാണ്. P1 പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ, P2 പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ ചെറുതിൻ്റെ. ഓക്കെ, രണ്ടിൻ്റെ ഔട്ട്സൈഡ് പ്രഷർ എന്താ, P0 ആണ്. അപ്പോൾ ഈ P1-നേക്കാൾ കൂടുതലാണ് P2. അപ്പോൾ അത് കാരണം ഈ നോക്കൂ, ഈ കോമൺ ഫിലിം ഇങ്ങനെ നിൽക്കുക, പ്രഷർ കൂടിയിടത്തേക്ക് ബെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുക. ഓക്കെ, ഇവിടെയാണ് പ്രഷർ കൂടുതൽ, അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് നിൽക്കും. ഓക്കെ, അപ്പോൾ ഈ കേർവ്ഡ് സർഫസിൻ്റെ ഇന്നർ പ്രഷർ P2 ആണ്, ഔട്ടർ പ്രഷർ P1 ആണ്. അപ്പോൾ അതിൻ്റെ എക്സസ് പ്രഷർ എന്താ, P2 മൈനസ് P1. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റിനെ എഴുതുമ്പോൾ അതിൻ്റെ എക്സസ് പ്രഷർ P1 മൈനസ് PO ഈക്വൽ ടു 40/A. സെക്കൻഡിന് എഴുതുമ്പോൾ P2 മൈനസ് PO ഈക്വൽ ടു 40/B. ഓക്കെ, ആ കോമൺ സർഫസിൻ്റെ ഇന്നർ പറഞ്ഞാൽ P2 ആണ്, ഔട്ടർ പറഞ്ഞാൽ P1 ആണ്. അപ്പോൾ അതിൻ്റെ P2 മൈനസ് P1, ആ കോമൺ സർഫസിൻ്റെ റേഡിയസ് R എന്ന് വിചാരിക്കുക. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴെന്താ, ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ P2 മൈനസ് P1 വരും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് R ഈക്വൽ ടു AB/A മൈനസ് B എന്ന് വരും. അതായത് ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് നോക്കൂ, വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ എ ട്യൂബ് ഓഫ് നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ. If the radius of the tube at the entrance and exit 3:2, then the ratio of velocity of liquid entering and leaving the tube is. അതിൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് πr² v ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് പറയാം. അപ്പോൾ V1/V2 എന്താ, ഇത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്, ഞാൻ πr² എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിന് നമ്മൾ പറയുന്നത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയാം. അപ്പോൾ R² v ഈക്വൽ ടു കോൺസ്റ്റൻ്റ്. അപ്പോൾ V1/V2 പറഞ്ഞാൽ R2/R1 ഹോൾ സ്ക്വയർ വരും. അപ്പോൾ 2/3 ഹോൾ സ്ക്വയർ വരും. അപ്പോൾ 4/9 വരും, ഓർ ലെറ്റ് us say 4:9. ഓക്കെ, നെക്സ്റ്റ്, ദി വാട്ടർ ലെവൽ ഇൻ എ ടാങ്ക് ഈസ് 5 meter high. There is a hole of 1 centimeter square cross section at the bottom of the tank through which water will leak initially at the rate of. അതിൽ നമ്മൾ ഇത് ഈ റേറ്റ് ഓഫ് ഫ്ലോ പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ്. അതിൽ ഈ സ്പീഡിന് നമ്മൾ പറയുക സ്പീഡ് ഓഫ് റിഫ്ലക്സ് എന്നാണ്. ടാങ്ക് ഉണ്ട്, അതിൻ്റെ സൈഡിൽ നമ്മളൊരു ഹോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഹോളിലൂടെ ലിക്വിഡ് പുറത്തേക്ക് വരുന്ന സ്പീഡിനെയാണ് സ്പീഡ് ഓഫ് റിഫ്ലക്സ് എന്ന് പറയുക. ആ സ്പീഡ് ഓഫ് റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ √2gh ആണ്. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ ഹൈറ്റാണ്. അതായത് ഇതാണ് ഇപ്പോൾ ടാങ്ക് എന്ന് വിചാരിച്ചു, ഇവിടെ ഒരു ഹോളുണ്ട്, ഈ ഹോളിലൂടെയാണ് ലിക്വിഡ് പുറത്തേക്ക് വരിക. അപ്പോൾ അതിൽ ആ എച്ച് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇതേ ഇത്രയും ലിക്വിഡ് ഉണ്ട് വിചാരിച്ചു. അപ്പോൾ അതേ ഈ ഹൈറ്റാണ് നമ്മൾ എച്ച് എന്ന് പറയുന്നത്, ഈ ഹൈറ്റ്. അപ്പോൾ അത് ഇനീഷ്യലി എന്ന് പറയാൻ കാര്യം എന്താണോ, കുറച്ച് വെള്ളം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഹൈറ്റ് കുറയുമല്ലോ, അപ്പോൾ ഈ സ്പീഡ് അത്ര ഉണ്ടാവില്ല. മനസ്സിലായില്ല? അതുകൊണ്ടാണ് ആ ഇനീഷ്യലി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണേണ്ടത് എന്താ, സ്പീഡ് ഇൻറ്റു ഈ ക്രോസ് സെക്ഷണൽ ഏരിയയാണ്. അതിൽ സ്പീഡ് തന്നിരിക്കുന്ന ഏരിയ തന്നിരിക്കുന്നത് 1 cm² പറഞ്ഞാൽ 1 × 10⁻⁴ മീറ്റർ സ്ക്വയർ. പിന്നെ √2gh എന്ന് പറഞ്ഞാൽ 2 ഉണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 ആണ്, h എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ, അപ്പോൾ 10⁻³ m³/s എന്ന് വരും. ഓക്കെ, 10⁻³ m³/s. ഈ ടെർമിനൽ വെലോസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്താ, ടെർമിനൽ വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി റേഡിയസ്, അതറിയണം. ഓക്കെ, പിന്നെ അറിയേണ്ടത് നമ്മൾ എന്താ, n സ്മോൾ ഡ്രോപ്സ് കമ്പൈൻ ചെയ്തൊരു വലിയ ഡ്രോപ്പ് ഉണ്ടാകുമ്പോൾ ആ വലിയ ഡ്രോപ്പിൻ്റെ റേഡിയസ് R = n⁻⁴ r.
ഓക്കെ, ഇവിടെ 27 ഡ്രോപ്സ് ആണ്. 27 പറഞ്ഞാൽ 3 ആ, ഹോൾ റേസ് ടു 1/3 പറഞ്ഞാൽ 3 വരും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ പറഞ്ഞാൽ 3 വരും. അപ്പോൾ വി ഡാഷ് ബൈ വി ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ബൈ ആർ ഹോൾ സ്ക്വയർ 3 സ്ക്വയർ വരും. അപ്പോൾ വി ഡാഷ് ഈക്വൽ ടു 9v ആണ്. ആദ്യത്തെ ചെറിയ ഡ്രോപ്പിൻ്റെ വെലോസിറ്റി എത്രയാണ്? 5 cm/s ആണെങ്കിൽ ഇവിടെ എത്ര വരും? 45 cm/s വരും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഡ്രോപ്പിൻ്റെ കേസിൽ അല്ലെങ്കിൽ ബബിളിൻ്റെ കേസിലാണെങ്കിലും എക്സ്പോസ്ഡ് ഏരിയയിൽ മാത്രമേ എനർജി ഉണ്ടാവുള്ളൂ. മീൻസ് ദ ഏരിയ ദാറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു എയർ, അതായത് അതാണ് ഫ്രീ സർഫസ് ഏരിയ. അപ്പോൾ നമ്മളൊരു ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഡ്രോപ്പിൻ്റെ ഔട്ടർ ഏരിയ മാത്രമാണ് എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്, അത് മാത്രമാണ് ഫ്രീ സർഫസ് ഏരിയ. അവിടെ മാത്രമേ എനർജി ഉണ്ടാവുള്ളൂ 4πr²t. ഓക്കെ, കാരണം ഈ ടി പറയുന്ന സർഫസ് ടെൻഷൻ എനർജി പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ഈ എക്സ്പോസ്ഡ് ഏരിയ 4πr² ഇൻറ്റു എനർജി പെർ യൂണിറ്റ് ഏരിയ ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? എനർജി കിട്ടും. ഇനി നമ്മൾ വേണ്ടത് എന്താണെന്നറിയോ? ബബിൾ എടുത്തു കഴിഞ്ഞാൽ ഉള്ളിലെ എയറാണ്, പുറത്തും എയറാണ്. അപ്പോൾ ഇന്നർ സർഫസിലും എനർജി ഉണ്ടാവും, ഔട്ടർ സർഫസിലും എനർജി ഉണ്ടാവും. അപ്പോൾ 4πr² ഇന്നർ സർഫസ്, 4πr² ഔട്ടർ സർഫസ്, ടോട്ടൽ ഏരിയ 8πr². അപ്പോൾ ഒരു ബബിളിൻ്റെ എനർജി പറഞ്ഞാൽ 8πr²t ആണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താണെന്നറിയോ? എനർജി യു ഈക്വൾ ടു 8πr²t. ഇനി അവിടെ എനർജി റിക്വയർഡ് ടു ഇൻക്രീസ് ദ റേഡിയസ് ഓഫ് എ സോപ്പ് ബബിൾ ഫ്രം R to 2R പറഞ്ഞാൽ റേഡിയസ് ഡബിൾ ചെയ്യണം. റേഡിയസ് ഡബിൾ ആക്കുമ്പോൾ എനർജി 4 times ആവും, ബിക്കോസ് എനർജി പ്രപ്പോർഷണൽ ടു r². അപ്പോൾ ഫൈനൽ എനർജി യു ഡാഷ് പറഞ്ഞാൽ 4u ആണ്. വർക്ക് ഡൺ പറഞ്ഞാൽ ചേഞ്ച് ഇൻ എനർജി ആണ്. ഡെൽറ്റ യു പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 3u വരും. ഓക്കെ, യുന്ന് 4u ആകുമ്പോൾ 3u അല്ലേ ഡിഫറൻസ്. അപ്പോൾ 3 × 8 എന്ന് പറഞ്ഞാൽ 24πr²t വരും. 24πr²t പറഞ്ഞാൽ ഇതാ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ദ ചേഞ്ച് ഇൻ എനർജി വെൻ എ ലിക്വിഡ് ഡ്രോപ്പ് ഓഫ് റേഡിയസ് 1.4 mm ആൻഡ് സർഫസ് ടെൻഷൻ 7.5 × 10⁻²m Nm/1 breaks up into 125 identical drops is nearly. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയത്. ഓക്കെ, പലപ്പോഴും നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമാണ്. ഓക്കെ, ഒരു ഡ്രോപ്പിനെ കുറേ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ എത്ര വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി, ഇറ്റ്സ് ദ വർക്ക് ഡൺ. ഓക്കെ, 4π ക്യാപിറ്റൽ R² n⁻⁻³ -1 × t. ഈ നമ്പർ ഓഫ് ഡ്രോപ്ലെറ്റ്സ് എപ്പോഴും ഒരു പെർഫെക്റ്റ് ക്യൂബാ തരിക. മനസ്സിലായില്ലേ? ഇവിടെ തന്നിരിക്കുന്നത് 125 എന്ന് പറഞ്ഞാൽ 5 ക്യൂബാണ്. റേസ് ടു 1/3 പറഞ്ഞാൽ 5 വരും. അപ്പോൾ ഇവിടെ 5 - 1 4 വരും. ഓക്കെ, ഇവിടെ 1.44ൻ്റെ സ്ക്വയർ ഉണ്ട്, റൈറ്റ്. പിന്നെ ഇതെത്രയാണ്? ഇവിടെ 4π ഉണ്ട്, പിന്നെ എന്താ 7.5 ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇതിപ്പോൾ എന്താ നമുക്ക് ചെയ്യാം, പ്രശ്നമില്ല. ഇവിടെ നമുക്കിവിടെ നോക്കൂ, 10⁻³ സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ അത് 10⁻⁻6 10⁻². കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യണം. കാൽക്കുലേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യുമ്പോൾ കിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? 10⁻³ ഹോൾ സ്ക്വയർ 10⁻⁻6 ഇൻറ്റു 10⁻² പറഞ്ഞാൽ 10⁻⁸ ആയി. അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇവിടെ 1.44 ആണ്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി √2. ആ √2നെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 2 വരും. ഓക്കെ, 2 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 8. 8 × 3.14 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 25. ഓക്കെ, 25 ഇവിടെ ഒരു 4 ഉണ്ട്, 100 ആയി. ഓക്കെ, 10⁻⁸ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ട്. ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 10⁻�6 വരും. പിന്നെ ഇവിടെ എത്രയാണ്? 7.5 × 10⁻�6. ഓക്കെ, അതിന് നമുക്ക് എന്ത് പറയാം? 7.5 × 10⁻�6 എന്ന് പറഞ്ഞാൽ 74 × 10⁻⁷ ജൂൾ എന്ന് പറയാം. ഓക്കെ, അതായത് അപ്രോക്സിമേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കാര്യം അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആൻസർ കിട്ടേണ്ട അവസാനത്തെ. നോക്കൂ, ഇതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഇവിടെ ഇപ്പം എന്താ, കാപ്പിലറി ട്യൂബ് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, കാപ്പിലാരിറ്റി ഓർ കാപ്പിലറി റൈസ് ആണ്. നമ്മൾ ആ കാപ്പിലറി ട്യൂബിനെ ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് വിചാരിക്കുക. അപ്പോഴും വെർട്ടിക്കൽ ഹൈറ്റ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ് എന്നാണ്. അപ്പോഴും ഈ എച്ച് സെയിം തന്നെയാവും. പക്ഷേ ഇതിനകത്ത് നോക്കൂ, അതേ ഉയരത്തിലേക്ക് അതേ ഹൈറ്റിലേക്ക് ലിക്വിഡ് കയറും. അപ്പോൾ ലെങ്ത് ഓഫ് ദ ലിക്വിഡ് കോളം ഇൻ ദ പൈപ്പ്, ആ പൈപ്പിലുണ്ടാവുന്ന ലിക്വിഡ് കോളത്തിൻ്റെ ലെങ്ത് എന്താവും? L will be equal to h/cos θ എന്നാണ്. തീറ്റ ഇവിടെ തന്നിരിക്കുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ h/cos 60 പറഞ്ഞാൽ 2h വരും. അതിൽ ആദ്യം അവർ തന്നിരിക്കുന്ന h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 60 ഡിഗ്രി നമ്മൾ ആ ട്യൂബ് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? 6 സെൻറ്റിമീറ്റർ വരും. ഓക്കെ, we see a capillary tube of radius r is immersed in water and water rises to a height h. The mass of the water in the capillary tube is 5 grams. Another capillary tube of radius 2r is immersed in water.
the mass of water that will rise in this tube is. അതിൽ ഇവിടെ എന്താണെന്നറിയോ, നോക്കൂ, ഈ സർഫസ് ടെൻഷൻ ഇങ്ങനെ ആക്ട് ചെയ്യും. ഓക്കെ, അതിന് നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആക്കാം, ടി കോസ് തീറ്റ, ടി സൈൻ തീറ്റ. ഈ ടി സൈൻ തീറ്റ ചുറ്റും ഇങ്ങനെ റേഡിയലി പുറത്തേക്ക് ആക്ട് ചെയ്യും, അതെല്ലാം ക്യാൻസലായി പോകും. പക്ഷേ ടി കോസ് തീറ്റ എല്ലാം മേലോട്ടാണ്, ഇവിടത്തെയും ചുറ്റുമുള്ളത് മേലോട്ടാണ്. ഈ ടി പറഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്താണ്. അപ്പോൾ ടി കോസ് തീറ്റയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ടി കോസ് തീറ്റ ഇസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആൻഡ് ഇറ്റ് ഈസ് ആക്ടിങ് ഓവർ ദ പെരിമീറ്റർ ഓർ സർക്കംഫറൻസ് പറയാം. ഓക്കെ, അപ്പോൾ 2πr ലെങ്ത്തിൽ ആക്ട് ചെയ്യും ഈ ടി കോസ് തീറ്റ. അപ്പോൾ മൊത്തം മേലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടി കോസ് തീറ്റ ഇൻറ്റു 2πr. ആ ഫോഴ്സിലാണ് ഈ ലിക്വിഡ് കോളത്തിന് ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുക, തൂക്കി പിടിച്ചിരിക്കുക, മനസ്സിലായില്ല? അല്ലെങ്കിൽ ആ ലിക്വിഡ് കോളം ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ ഫോഴ്സ് വെച്ചിട്ട്, മനസ്സിലായില്ല? അപ്പോൾ നമുക്ക് ടി കോസ് തീറ്റ ഇൻറ്റു 2πr ഈക്വൽ ടു ആ ലിക്വിഡ് കോളത്തിൻ്റെ വെയിറ്റ് mg. അപ്പോൾ റേഡിയസ് നമ്മൾ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ വെയിറ്റും ഡബിൾ ആവും. നേരത്തെ 5 ഗ്രാം ആയിരുന്നെങ്കിൽ റേഡിയസ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ 10 ഗ്രാം ഉണ്ടാവും. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഇത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വാട്ടർ റൈസസ് ടു എ ഹൈറ്റ് h in a capillary tube if the length of the capillary tube above the surface of water is made less than h. സാധാരണ കാപ്പിലറി റൈസ് h ഹൈറ്റിലേക്കാണ്, പക്ഷേ ഈ ട്യൂബിൻ്റെ ലെങ്ത് h ഇല്ല, കുറവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും, ഫൗണ്ടൻ പോലെ വരും വിചാരിക്കും, ഇല്ല. ഓക്കെ, ഈ വെള്ളം ഈ ട്യൂബിൻ്റെ അറ്റം വരെ വന്ന് അവിടെ സെറ്റിൽ ആവുക ചെയ്യുക. ഓക്കെ, ലിക്വിഡ് റൈസസ് അപ് ടു ദ ബ്രിം ഓഫ് ദ ട്യൂബ് എന്നാ. ഓക്കെ, ഇത് തന്നെയാണ് ഗ്രാവിറ്റി, അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആയിട്ടുള്ള കേസസിലൊക്കെ. അതായത് ഇഫ് ദിസ് കാപ്പിലാരിറ്റി ഈസ് ഡൺ ഇൻ എ ഗ്രാവിറ്റി ഫ്രീ സ്പേസ്, അതായത് ഒരു സാറ്റലൈറ്റിനകത്ത്, അതല്ലെങ്കിൽ ഒരു ഫ്രീലി ഫാളിംഗ് ലിഫ്റ്റിൽ ഒക്കെ അത് ചെയ്തു കഴിഞ്ഞാൽ ലിക്വിഡ് വിൽ റൈസ് അപ് ടു ദ ബ്രിം ഓഫ് ദ ട്യൂബ് എന്നാ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, അതിനകത്ത് ഫസ്റ്റ് തെർമോമെട്രിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. അതായത് ഫോർ എനി ടെമ്പറേച്ചർ സ്കെയിൽ റീഡിംഗ് മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് ഡിവൈഡഡ് ബൈ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് ഈസ് കോൺസ്റ്റൻറ്റ്. അതായത് ലോവർ ഫിക്സ്ഡ് പോയിന്റ് പറഞ്ഞാൽ യൂഷ്വലി അത് ഐസ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ്. ഇത് സ്റ്റീം പോയിന്റ് അല്ല, അപ്പർ ഫിക്സ്ഡ് പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ പറയും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് നമ്മൾ ഏത് സ്കെയിലിന് നമ്മൾ ഈ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അത് സെയിം ആവുന്ന. ഓക്കെ, അപ്പോൾ നമ്മൾ സെൽഷ്യസ് സ്കെയിലാണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, അതായത് അപ്പർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 100 ആണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ, ഓൺ എ ന്യൂ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ വിച്ച് ഈസ് ലീനിയർ ആൻഡ് കോൾഡ് W സ്കെയിൽ. ഓക്കെ, ദ ഫ്രീസിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് വാട്ടർ ആർ 39 ആൻഡ് 239. അപ്പോൾ 39 ആണ് ലോവർ ഫിക്സ്ഡ് പോയിന്റ്, അപ്പർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 239 ആണ്. What will be the temperature on the new scale corresponding to a temperature of 39 degrees Celsius on the Celsius scale? സെൽഷ്യസ് സ്കെയിലിൽ റീഡിങ് 39 ആണെങ്കിൽ ഈ W സ്കെയിൽ ഉണ്ടല്ലോ അതിനകത്ത് റീഡിങ് എത്രയാവുന്ന ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ W സ്കെയിലിൽ റീഡിങ് W വിചാരിച്ചോ, അതിൻ്റെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് എത്രയാ 39, ഈ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് 239 മൈനസ് 39. അതാണ് ഞാനിത് ഇവിടെ എഴുതിയിരിക്കുന്നത്, W മൈനസ് 39 ഡിവൈഡ് ബൈ 239 ബൈ മൈനസ് 239. ദിസ് ഈസ് ഈക്വൽ ടു സെൽഷ്യസ് റീഡിങ് എത്രയാ, സെൽഷ്യസ് റീഡിങ് C വിചാരിച്ചോ, അതിൻ്റെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് 0, അപ്പർ ഫിക്സ്ഡ് പോയിന്റ് 100. ഓക്കെ, ഇനി സെൽഷ്യസ് റീഡിങ് അവർ പറഞ്ഞിരിക്കുന്നത് 39 ഡിഗ്രി സെൽഷ്യസ് എന്നാ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇവിടെ W ഈക്വൽ ടു 2C പ്ലസ് 39 എന്ന് വരും. അതായത് 2 ഇൻറ്റു 39, C സെൽഷ്യസ് റീഡിങ് 39 പ്ലസ് 39 പറഞ്ഞാൽ 117 ഡിഗ്രി W വരും. ഓക്കെ, 117 ഡിഗ്രി W, അതായത് ഇതാണ് കറക്റ്റ് ആൻസർ വരിക. ഇനി ഇതേ കൺസെപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഇത് മാറ്റി ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ വരാമെന്നറിയോ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു തെർമോമീറ്റർ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ, അത് ഇറ്റ് വാസ് പ്രോപ്പർലി വർക്കിംഗ്, മനസ്സിലായില്ലേ? ഏത് തെർമോമീറ്റർ ആവാം, സെൽഷ്യസോ ഫാരൻഹീറ്റോ എന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഇപ്പോൾ ആ തെർമോമീറ്റർ കേടായി, അതായത് ഫോൾട്ടി തെർമോമീറ്റർ. അതിൻ്റെ ഈ ലോവർ ഫിക്സ്ഡ് പോയിന്റും അപ്പർ ഫിക്സ്ഡ് പോയിന്റും ഒക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ, അതാണ് അവസ്ഥ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഫോൾട്ടി തെർമോമീറ്റർ ഒറിജിനലി അതൊരു സെൽഷ്യസ് തെർമോമീറ്റർ ആയിരുന്നു. മെൽറ്റിംഗ് ഐസ് 0 റീഡ് ചെയ്തിരുന്നു, ബോയിലിംഗ് വാട്ടർ 100 റീഡ് ചെയ്തിരുന്നു. ഇപ്പോൾ മെൽറ്റിംഗ് ഐസ് 10 ആണ് റീഡ് ചെയ്യുന്നത്, ബോയിലിംഗ് വാട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ 80 ആണ് റീഡ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് അനദർ സ്കെയിൽ വിത്ത് ലോവർ ഫിക്സ്ഡ് പോയിന്റ് 10 ആൻഡ് അപ്പർ ഫിക്സ്ഡ് പോയിന്റ് 80. ഓക്കെ, അപ്പോൾ ആ ഫോൾട്ടി തെർമോമീറ്ററിൻ്റെ റീഡിങ് കണ്ടുപിടിച്ചാൽ മതി, മനസ്സിലല്ലേ? അപ്പോൾ നമുക്ക് എന്താ ആക്ച്വൽ സെൽഷ്യസ് സ്കെയിലിൽ റീഡിങ് എത്രയാവും എന്ന് അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ see of the following thermometers the one which is most useful for the measurement of rapidly varying temperature പറഞ്ഞു കഴിഞ്ഞാൽ അത് തെർമോ ഇലക്ട്രിക് തെർമോമീറ്റർ ആണ്.
തെർമോ ഇലക്ട്രിക് തെർമോമീറ്റർ. ഓക്കെ, അതായത് ഇൻസ്റ്റൻറ്റ് റെസ്പോൺസ് ആണ്. നമ്മളിത് തെർമോമീറ്റർ പെട്ടെന്ന് തന്നെ ക്വിക്ക് റെസ്പോൺസാണ്, പെട്ടെന്ന് റീഡ് ചെയ്യും. ഓക്കെ, മറ്റേത് നമ്മളെന്താ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് റീഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളിത് എപ്പോഴാണോ മെഷർ ചെയ്യുന്നത് ആ സമയത്ത് ടെമ്പറേച്ചർ ആവില്ല കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ദ ഗ്യാസ് തെർമോമീറ്റേഴ്സ് ആർ പ്രിഫേർഡ് ഓവർ ലിക്വിഡ് തെർമോമീറ്റേഴ്സ് ബിക്കോസ് ഗ്യാസസ് എക്സ്പാൻഡ് മോർ ദാൻ ലിക്വിഡ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഗ്യാസ് തെർമോമീറ്റേഴ്സ് ആർ പ്രിഫേർഡ് ഓവർ ലിക്വിഡ് തെർമോമീറ്റേഴ്സ്, അല്ലെങ്കിൽ ദ ആർ മോർ സെൻസിറ്റീവ് കമ്പയർഡ് ടു ലിക്വിഡ് തെർമോമീറ്റേഴ്സ് ബിക്കോസ് ഗ്യാസസ് എക്സ്പാൻഡ് മോർ ദാൻ ലിക്വിഡ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിൽ പ്രഷർ വേരീസ് വിത്ത് ടെമ്പറേച്ചർ. കോൺസ്റ്റൻറ്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്റർ ആണെങ്കിൽ വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് ഗ്യാസ് വേരീസ് വിത്ത് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ഒരു തെർമോമീറ്ററിലും ടെമ്പറേച്ചർ നേരിട്ട് മെഷർ ചെയ്യുകയല്ല ചെയ്യുക. ടെമ്പറേച്ചർ മാറുമ്പോൾ മാറുന്ന എന്തെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടാവും. അത് പ്രഷർ ആവാം, വോളിയം ആവാം, റെസിസ്റ്റൻസ് ആവാം, വോൾട്ടേജ് ആവാം, എന്തുമാവാം. അപ്പോൾ ആ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അതിനെ നമ്മൾ തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്നാണ് പറയുക. ആ തെർമോമെട്രിക് പ്രോപ്പർട്ടി നമ്മൾ അത് ജനറലി എക്സ് വിചാരിച്ചു. അപ്പോൾ മെൽറ്റിംഗ് ഐസ് അല്ലെങ്കിൽ 0 ഡിഗ്രിയിലെ എക്സിൻ്റെ വാല്യൂ കാണുക. ഓക്കെ, 100 ഡിഗ്രിയിലെ എക്സിൻ്റെ വാല്യൂ കാണുക. പിന്നെ അൺനോൺ ടെമ്പറേച്ചർ ടി വിചാരിച്ചു, അവിടുത്തെ എക്സിൻ്റെ വാല്യൂ കാണുക. പ്രഷർ ആണെങ്കിൽ എന്താ പ്രഷർ കാണുക, വോളിയം ആണെങ്കിൽ വോളിയം കാണുക, വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജ് കാണുക. എന്നിട്ട് നമുക്ക് ആ അൺനോൺ ടെമ്പറേച്ചർ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പോൾ അവർ തന്നിരിക്കുന്ന കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ ഷോസ് പ്രഷർ റീഡിംഗ് 50, 90 അറ്റ് 0 ഡിഗ്രി 100 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ പ്രഷർ റീഡിംഗ് 60 ആവുമ്പോൾ ടെമ്പറേച്ചർ എത്രയാണ് മനസ്സിലാവുന്നല്ലോ. അപ്പോൾ ഇതിനകത്ത് നോക്കൂ, പ്രഷർ അറ്റ് അൺനോൺ ടെമ്പറേച്ചർ 60 ആണ്, പ്രഷർ അറ്റ് 0 ഡിഗ്രി 50 ആണ്, പ്രഷർ അറ്റ് 100 ഡിഗ്രി 90 ആണ്. അപ്പോൾ ഇതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ഇത് വരും. ഓക്കെ, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, അതായത് സ്റ്റീഫൻസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എ ബ്ലാക്ക് ബോഡി അറ്റ് ഹൈ ടെമ്പറേച്ചർ ടി റേഡിയേറ്റ്സ് എനർജി അറ്റ് ദ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഇ when rate falls to T/2, when temperature falls to T/2 the rate of radiation falls to. അതിൽ സ്റ്റീഫൻസ് ലോ എന്താണെന്നറിയോ, റേറ്റ് ഓഫ് റേഡിയേഷൻ അതായത് പവർ. ഓക്കെ, ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. പറഞ്ഞാൽ ഈ ടെമ്പറേച്ചർ കെൽവിനിലാവണം. അപ്പോൾ നമുക്ക് P'/P = T'/T ഹോൾ റേസ് ടു 4 പറയാം. ഇവിടെ ഒരു പവർ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് P വെച്ചല്ല E വെച്ചാണ്. അപ്പോൾ E'/E = T'/T ഹോൾ റേസ് 4. T' എന്താ T/2 ആണ്. അപ്പോൾ T'/T പറഞ്ഞാൽ 1/2 ഹോൾ റേസ് ടു 4 1/16 എന്ന് വരും, 1/16. അപ്പോൾ നമുക്ക് E' E/16 വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണത്. നെക്സ്റ്റ് നമ്മൾ എന്താണെന്ന് അറിയാം, എ മെറ്റാലിക് യൂട്ടൻസിൽ വിച്ച് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ കുക്കിംഗ് ഷുഡ് ഹാവ് ഹൈ thermal conductivity and low specific heat capacity. High thermal conductivity and low specific heat capacity. Okay, high thermal conductivity and low specific heat capacity. വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണിത്. അതിനകത്ത് വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു മാക്സിമം എനർജി റേഡിയേഷൻ പ്രൊപ്പോർഷണൽ ടു 1/T where T is the absolute temperature. ടെമ്പറേച്ചർ കെൽവിനിലാവണം. അതിൽ 2 stars radiate maximum energy at wavelength 3200 angstroms and 4000 angstroms. The ratio of their absolute temperature T1/T2 equal to λ2 by λ1. പറഞ്ഞാൽ 4000 divided by 3200. So that we will get 5/4 അല്ലേ, കാരണം ഇത് 800 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5/4 or 5:4 വരും. ഓക്കെ, നോക്കൂ ഇവിടെ 1 gram ice at 0 degrees Celsius is mixed with 1 gram of steam at 100 degrees Celsius. The resulting temperature of the mixture is. അതിൽ നമുക്ക് heat to convert 1 gram of ice at 0 degrees Celsius to water at 100 degrees Celsius പറഞ്ഞാൽ 180 കലോറിയാണ്. 0 ഡിഗ്രി സെൽഷ്യസിൽ 1 ഗ്രാം ഐസിനെ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള 1 ഗ്രാം വാട്ടറാക്കി മാറ്റാൻ 180 കലോറി വേണം. നമ്മൾ 1 ഗ്രാം സ്റ്റീം കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ 536 ആണ്, നമുക്ക് 548 എടുക്കാം. 540 കലോറി റിലീസ് ചെയ്യും 1 ഗ്രാം സ്റ്റീം വെള്ളമായിട്ട് മാറുമ്പോൾ. അപ്പോൾ 1/3 ഗ്രാം സ്റ്റീം കണ്ടൻസ് ചെയ്താൽ 540/3 180 കലോറി. നമ്മളൊരു പാത്രത്തിൽ 1 ഗ്രാം സ്റ്റീം എടുത്തു, അതിനകത്തേക്ക് 1 ഗ്രാം ഐസ് ഇട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റീമിൽ 1/3 ഗ്രാം സ്റ്റീം കണ്ടൻസ് ചെയ്യും. 100 ഡിഗ്രി വെള്ളമാവും, 1/3 ഗ്രാം വെള്ളം. ഓക്കെ, അത് 180 കലോറി റിലീസ് ചെയ്യും. ആ ഹീറ്റ് ഈ ഐസ് അബ്സോർബ് ചെയ്യും. ഐസ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐസ് 80 കലോറി ഉപയോഗിച്ചിട്ട് മെൽറ്റ് ചെയ്ത് 0 ഡിഗ്രി വാട്ടർ ആവും. ബാക്കിയുള്ള 100 കലോറി ഉപയോഗിച്ചിട്ട് ഈ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള 1 ഗ്രാം വെള്ളം 100 ഡിഗ്രിയിലേക്ക് ചൂടാവും. ഓക്കെ, അപ്പോൾ
ഇതാണ് സംഭവിക്കുക. 1 ഗ്രാം ഐസ് ഇട്ട് കഴിഞ്ഞാൽ ആ 1 ഗ്രാം ഐസ് 100 ഡിഗ്രി വെള്ളമായിട്ട് മാറും. ദിസ് വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു മെൽറ്റിംഗ് ഓഫ് ഐസ്. ഇത് സ്റ്റീം കണ്ടൻസ് ചെയ്തിട്ടുണ്ടായ വെള്ളമാണ്. ബാക്കിയുള്ളത് സ്റ്റീമായിട്ട് തന്നെ അവിടെ നിൽക്കും. മനസ്സിലായില്ല? അതായത് 4/3 ഗ്രാം വെള്ളം ഉണ്ടാവും അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, 2/3 ഗ്രാം സ്റ്റീം ഉണ്ടാവും അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അതാണ് സംഭവിക്കുക. അപ്പോൾ ടെമ്പറേച്ചർ എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ആ മിക്സ്ചറിൽ ഉണ്ടാവുക. ഇത് ഇനിയിപ്പോൾ എന്താ, 1 ഗ്രാം സ്റ്റീമും 1 ഗ്രാം ഐസും മിക്സ് ചെയ്ത്, അപ്പോൾ 10 ഗ്രാം സ്റ്റീമും 10 ഗ്രാം ഐസും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഇത് നോക്കൂ, നമ്മൾ 1 ഗ്രാം ഐസ് 1 ഗ്രാം സ്റ്റീം നമ്മൾ മിക്സ് ചെയ്തില്ലേ, അത് 10 പാത്രത്തിൽ മിക്സ് ചെയ്തിട്ട് പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാവും സിറ്റുവേഷൻ. അപ്പോൾ വാട്ട് ഈസ് ട്രൂ ഫോർ 1 ഗ്രാം ഐസ് ആൻഡ് 1 ഗ്രാം സ്റ്റീം മസ്റ്റ് ബി ട്രൂ ഫോർ എനി ഈക്വൽ മാസസ് ഓഫ് സ്റ്റീം ആൻഡ് ഐസ്. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു പാർട്ട് ഇൻറ്റേർണൽ എനർജി കൂട്ടാനും ബാക്കിയുള്ളത് എക്സ്റ്റേണൽ വർക്കിനും യൂസ് ചെയ്യുന്ന. അപ്പോൾ വെൻ ഹീറ്റ് ഈസ് ആഡഡ് ടു എ സിസ്റ്റം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഹീറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി ആൻഡ് വാട്ട് ഫ്രാക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ എക്സ്റ്റേണൽ വർക്ക് ഡൺ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എത്ര പാർട്ട് ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ ഉപയോഗിക്കും, എത്ര പാർട്ട് എക്സ്റ്റേണൽ വർക്കിന് യൂസ് ചെയ്യും. അതിൽ നമ്മൾ ഇവിടെ വെൻ ആൻ ഐഡിയൽ മോണോഅറ്റോമിക് ഗ്യാസ് ഈസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോൾ അവിടെ മോണോ അറ്റോമിക് പറഞ്ഞാൽ ഗാമ കാണാനുള്ള ഫോർമുല ഇതാ 1+2/f. മോണോ അറ്റോമിക്കിന് എഫ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ഓക്കെ. അപ്പോൾ ഇത് എത്ര വരും? 5/3 വരും. ഓക്കെ, അപ്പോൾ അതിൽ ഫ്രാക്ഷൻ ഓഫ് ഹീറ്റ് ആഡഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി, നമ്മൾ ആകെ കൊടുത്ത് ΔQ, അതിൽ ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ ഉപയോഗിച്ച ΔU. ദിസ് ഈസ് ഈക്വൽ ടു 1/γ ആണ്. അതായത് ഇതിൻ്റെ റെസിപ്രോക്കൽ 3/5 വരും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ ഉപയോഗിച്ചതെങ്കിൽ അപ്പോൾ വർക്കിന് യൂസ് ചെയ്ത് എത്രയാണ്? 1 - 3/5, അതായത് 2/5 വരും. ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് മിക്സ്ചേഴ്സ് എന്നാ പറയുക. നമ്മൾ ഒരു ഹോട്ട് ബോഡി ഒരു കോൾഡ് ബോഡിയും കൂടെ വെൻ ദേ ആർ ഇൻ തെർമൽ കോണ്ടാക്ട് അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്തു. അപ്പോൾ ഈ ഹോട്ട് ബോഡി ലൂസസ് ഹീറ്റ് ആൻഡ് കോൾഡ് ബോഡി ഗെയിൻസ് ഹീറ്റ്. ഹീറ്റ് ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ദ കോൾഡ് ബോഡി എന്നാണ്. അപ്പോൾ അതിൽ എ ബീക്കർ ഓഫ് വാട്ടർ ഈക്വലൻ 20 gram കണ്ടെയ്ൻസ് 200 gram ഓഫ് വാട്ടർ. ആ ബീക്കർ ദാറ്റ് ഈസ് ഈക്വലൻ ടു 20 gram വാട്ടർ. അപ്പോൾ ആ ബീക്കർ ചൂടാക്കുന്നു, 20 gram വെള്ളം ചൂടാക്കുന്നു ഒരുപോലെ. അതാണ് ഈ വാട്ടർ ഈക്വലൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ പാത്രത്തിൽ 200 gram വെള്ളമുണ്ട്, പിന്നെ ആ പാത്രം 20 gram വെള്ളത്തിന് ഈക്വലൻ്റാണ്. അപ്പോൾ മൊത്തം എത്രയാണ്? പാത്രവും വെള്ളം കൂടെ ചേർന്ന് 220 gram വെള്ളത്തിന് ഈക്വലൻ്റാണ്. ഓക്കെ, അതെന്താണോ, അതിൻ്റെ ടെമ്പറേച്ചർ ഇനീഷ്യലി 20 ഡിഗ്രി സെൽഷ്യസാണ്. അതിലേക്ക് 440 gram വെള്ളം നമ്മൾ ഒഴിച്ചു. ആ ഒഴിക്കുന്ന വെള്ളം ചൂടുവെള്ളം. അപ്പോൾ ആ ചൂടുവെള്ളം തണുക്കും. നമ്മൾ ഈ എന്താ പറയുക, കലോറി മീറ്ററും അതിനകത്തുള്ള 200 gram വെള്ളവും ചൂടാവും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ആ കലോറി മീറ്റർ ആൻഡ് ദ വാട്ടർ കണ്ടെയ്ൻഡ് ഇൻ ദ കലോറി മീറ്റർ അത് 20 ഡിഗ്രിയിൽ നിന്ന് T ഡിഗ്രിയിലേക്ക് ചൂടായി വിചാരിക്കുക. അപ്പോൾ ഹീറ്റ് അബ്സോർബ്ഡ് എന്താ? മാസ് 220, സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വാട്ടർ 1, പിന്നെ ΔT പറഞ്ഞാൽ T-20. പിന്നെ ഹോട്ട് വാട്ടറിൻ്റെ മാസ് 440, അത് സ്പെസിഫിക് കപ്പാസിറ്റി ഇവിടെയും 1 തന്നെയാണ്. ഓക്കെ, പിന്നെ ഇറ്റ് കൂൾസ് ഫ്രം 90 to T, MC ΔT ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ദിസ് ഈസ് ദ ഹീറ്റ് ഗെയിൻഡ് ബൈ ദ കോൾഡ് സിസ്റ്റം ആൻഡ് ദിസ് ഈസ് ദ ഹീറ്റ് ലോസ്റ്റ് ബൈ ദ ഹോട്ട് സിസ്റ്റം. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആണ്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് മിക്സ്ചേഴ്സ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് 68 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. പ്രിൻസിപ്പിൾ ഓഫ് മിക്സ്ചേഴ്സ്. നമ്മൾ ഒരു ഗിവൺ മാസ് ഓഫ് ഗ്യാസ്, സപ്പോസ് ഇറ്റ്സ് വോളിയം ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 1 liter to 5 liter. അപ്പോൾ നമ്മളതിന് ചൂടാക്കി എക്സ്പാൻഡ് ചെയ്യാണ്. 1 ലിറ്ററിൽ നിന്ന് എന്താ പറയുക 5 ലിറ്റർ ആക്കിയിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. എ ഗിവൺ മാസ് ഓഫ് ഗ്യാസ്. ഈ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിൽ എക്സ്പാൻഡ് ചെയ്യാം. കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ചെയ്യാം, അതുപോലെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ചെയ്യാം. വി ക്യാൻ ഡു ഇറ്റ് അഡിയാബാറ്റിക്കലി ഓൾസോ. ഐസോതെർമൽ, അഡിയാബാറ്റിക് ആൻഡ് ഐസോബാറിക്. ഓക്കെ, അതിൽ ഏത് കേസിലാണ് മാക്സിമം വർക്ക് ഡൺ ഉണ്ടാവുക എന്ന്? വർക്ക് ഡൺ പറഞ്ഞാൽ ഏരിയ അണ്ടർ ദ പ്രഷർ വോളിയം ഗ്രാഫ്, PV ഡയഗ്രാം. അതിൽ ഇതാണ് എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിത് V1 നിന്ന് V2ലേക്ക് എക്സ്പാൻഡ് ചെയ്യുക. ഇതാണ് ഐസോബാറിക്, ഇതാണ് ഐസോതെർമൽ, ഇതാണ് അഡിയാബാറ്റിക്. അതിൻ്റെ താഴെയുള്ള ഏരിയയാണ് വർക്ക്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏരിയ എവിടെ വരിക? ഐസോബാറിക്കിലാണ്. ഏറ്റവും കുറവ് ഏരിയ എവിടെ വരിക? അഡിയാബാറ്റിക്കിൽ. അതിൻ്റെ താഴെ ഏരിയയാണ് കുറവ്. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ഈസ് മാക്സിമം ഇൻ ഐസോബാറിക്, മിനിമം ഇൻ അഡിയാബാറ്റിക്. ഇവിടെ എക്സ്പാൻഷനിൽ ഇതാണ് കൂടുതൽ ചാൻസ് ചോദിക്കാൻ. കംപ്രഷനാണ് വിചാരിക്കുക. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ സപ്പോസ് എ ഗിവൺ മാസ് ഓഫ് ഗ്യാസ് ഈസ് കംപ്രസ്ഡ് ഫ്രം 4 liter to 1 liter. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇതാണ് ഐസോബാറിക്. അതിൻ്റെ താഴെ ഏരിയ മിനിമം ആണ്, മാക്സിമം ഏരിയ അഡിയാബാറ്റിക് ആണ്.
ഓക്കെ, ഇതും എന്താ, ഇതിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുള്ളൂ, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഓക്കെ, ഓസിലേഷൻസ്. ഈ ഓസിലേഷൻസിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ, നമ്മളുടെ ഇക്വേഷൻ തന്നിട്ട് അതിനകത്ത് നിന്ന് പീരിയഡോ ഫ്രീക്വൻസിയോ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ളതാണ് ഒന്ന്. അതിൽ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്. y = 0.3 sin 220t + 0.64. ഓക്കെ, then the frequency and the maximum velocity of the particle are. അതിൽ ക്യാപിറ്റൽ A sin ωt + 5 എന്നാണ്. അതിൽ ഒമേഗയ്ക്ക് പകരം കിടക്കുന്നത് 220 ആണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ω/2π. അതിൽ 220 പിന്നെ 2π നമുക്ക് 22/7 എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ, ഈ 220/22 എന്ന് പറഞ്ഞാൽ മേലെ 10 വരും. ഓക്കെ, 10/2 പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 5 വരും. ഈ 7 മേലെ പോകുമ്പോൾ 5 × 7 35 ഹെർട്സ് വരും. ഓക്കെ, അതാണ് ഫ്രീക്വൻസി. ഇനി മാക്സിമം വെലോസിറ്റി പറഞ്ഞാൽ ω/a ആണ്. അപ്പോൾ 220 ω, ആംപ്ലിറ്റ്യൂഡ് 0.3 ആണ്. അപ്പോൾ 66 വരും. അപ്പോൾ 35 ഹെർട്സ് ആൻഡ് 66 m/s ആണ് മാക്സിമം വെലോസിറ്റി. ഓക്കെ, ഇവിടെ നോക്കൂ. എ പാർട്ടിക്കിൾ മൂവ് സച്ച് ദാറ്റ് ഇറ്റ്സ് ആക്സിലറേഷൻ a ഈസ് ഗിവൺ ബൈ a = -bx. സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ a = -ω²x എന്നാണ്. അപ്പോൾ ω² പകരം കിടക്കുന്നത് b ആണ്. അപ്പോൾ ω എന്ന് പറഞ്ഞാൽ √b ആണ്. ചോദ്യം എന്താണെന്നറിയോ, പീരിയഡ് ഓഫ് ഓസിലേഷനാണ്. 2π/ω ആണ് t. അപ്പോൾ t = 2π/ω. ω പറഞ്ഞാൽ √b ആണ്. അപ്പോൾ 2π/√b വരും. അതായത് ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ്, എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഹാസ് an amplitude a and time period capital T. The time required by it to travel from x = a/2 to mean position is. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, ഇവിടെ നോക്കൂ, നമുക്ക് എന്ത് പറയാം, ഇവിടം തൊട്ട് നമ്മളിത് ഇവിടം വരെ വരാന്ന് തിരിച്ച് ഇങ്ങോട്ട് വരാൻ, അതാണ് ഒരു ഓസിലേഷൻ. അതിന് വേണ്ട സമയം എന്താ, അതിന് വേണ്ട സമയം t ആണ്. അതിൽ നോക്കൂ കേട്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് t/2, ഇവിടുന്ന് അങ്ങോട്ടും t/2. ഓക്കെ, ഇനി നമുക്ക് ഇത് t/4, ഇവിടുന്ന് ഇങ്ങോട്ടും t/4, തിരിച്ചിങ്ങോട്ട് t/4, തിരിച്ചിങ്ങോട്ട് t/4. ഓക്കെ, അതായത് 1/4 ഓസിലേഷൻ വരെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, 1/4 ഓസിലേഷൻ വരെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും ടൈമും പ്രപ്പോർഷണൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. 1/4 ഡിസ്റ്റൻസിന് 1/4 ടൈം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, 1/4 ഓസിലേഷൻ വരെ നമ്മൾ ടൈമും ഡിസ്റ്റൻസും ഒരേപോലെ ഡിവൈഡ് ചെയ്ത് പോകും. ഓക്കെ, പിന്നെ എന്താണെന്നറിയോ, ഈ നോക്കൂ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് അതെത്രയാ, ടോട്ടൽ t/4 ആണ്. മനസ്സിലായില്ലേ? പിന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ t/8 അല്ല, t/8 അല്ല. കാരണം എന്താണെന്നറിയോ, ഇവിടെ വെലോസിറ്റി മാക്സിമം ആണ്. അവിടുന്ന് വെലോസിറ്റി കുറഞ്ഞ് 0 ആവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇവിടെ ആവറേജ് സ്പീഡ് ഇവിടെ കൂടുതലാണ്. ഓക്കെ, ഇവിടെ ആവറേജ് സ്പീഡ് കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും സെയിമാണ്. പക്ഷേ സ്പീഡ് ഇവിടെ കുറവാണ്. അപ്പോൾ സമയം കൂടുതൽ വേണം. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതിൽ നോക്കൂ, ഈ സമയത്തിൻ്റെയും നോക്കൂ, ആ റേഷ്യോ 1:2 എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവിടെ സ്പീഡ് കൂടുതൽ, സമയം കുറവ്. ഇവിടെ ആവറേജ് സ്പീഡ് കുറവാണ്, സമയം കൂടുതലാണ്. അപ്പോൾ ആ സമയത്തിൻ്റെ റേഷ്യോ 1:2 ആണ്. അതായത് നമുക്ക് എന്ത് പറയാമെന്നറിയോ, ഇവിടുത്തെ സമയത്തിൻ്റെ ഡബിൾ സമയമാണ് ഇവിടെ. മനസ്സിലാവുണ്ടോ? രണ്ടും കൂടെ ആഡ് ചെയ്താൽ t/4 കിട്ടിയും വേണം, t/4 കിട്ടണം. അപ്പോൾ ഇത് t/12 ആണ്, ഇത് t/6 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് t/12, ഇവിടുന്ന് അങ്ങോട്ടും t/12. ഓക്കെ, ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് t/6, തിരിച്ചിങ്ങോട്ടും t/6. അപ്പോൾ നമ്മളോട് ചോദിക്കണത് എന്താണെന്നറിയോ, a/2 ടു ദ മീൻ പൊസിഷൻ. അതായത് ഇതാണ് a/2, അവിടുന്ന് മീൻ പൊസിഷനിലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടം വരെ. ഓക്കെ, അതെത്രയാണ് നമുക്ക് വരിക, അത് നമുക്ക് t/12 എന്ന് വരും. ഓക്കെ, ഇത് പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ സാധാരണ വരിക എന്താണെന്നറിയാം, സാധാരണ ചോദിക്കുക 3 sin ωt + 4 cos ωt, അല്ലെങ്കിൽ 4 sin ωt + 3 cos ωt, അല്ലെങ്കിൽ ഇപ്പോൾ 6 cos ωt + 8 sin ωt, അങ്ങനെയൊക്കെ. മനസ്സിലാവുന്നല്ലോ? അതായത് ഈ സൈനും കോസും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് π/2 ആണ്. മനസ്സിലായില്ല? അതാണ് സാധാരണ ചോദിക്കുക. പക്ഷെ ഞാനിവിടെ കുറച്ചുകൂടെ ജനറൽ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 2 സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ആഡ് ചെയ്തതാണ്. അത് എന്താ പറയുക, വേറൊരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ആംപ്ലിറ്റ്യൂഡ്, റിസൾട്ടൻറ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ
തന്ന ആ കമ്പോണൻറ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ഉണ്ടല്ലോ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ? നമ്മൾ 2 വെക്ടേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്ന പോലെ 2 സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടൻറ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. എന്താ? ഈ 2 വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന പോലെ. ഇവിടെ നോക്കൂ, സൈൻ ഒമേഗ ടി, ആ സൈൻ കഴിഞ്ഞ് വരുന്ന ആംഗിളിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുക. ഇവിടെ എന്താ? ഒമേഗ ടി പ്ലസ് π/6, π/6 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെക്ടേഴ്സിൽ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണും? √p² + q² + 2pq cos θ. അതേപോലെ ഇവിടെ എന്ത് വരും? √ ഫസ്റ്റ് ആംപ്ലിറ്റ്യൂഡ് a ആണ്, രണ്ടാമത്തെ √3a ആണ്, പിന്നെന്താ 2, പിന്നെ ഫസ്റ്റ് ആംപ്ലിറ്റ്യൂഡ്, സെക്കൻഡ് ആംപ്ലിറ്റ്യൂഡ്, കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. ഓക്കെ, അപ്പോൾ ഇവിടെ π/6 എന്ന് പറഞ്ഞാൽ 30, cos 30 എത്രയാണ്? √3/2. അപ്പോൾ ഇവിടെ 3a² വരും, ഇവിടെ 3a² വരും, 6a² + a², 7a² ആയി. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ √7a വരും. ഓക്കെ, ഇതാണ് ജനറൽ പ്രൊസീജിയർ. ഇതിന് പകരം ഇപ്പോൾ എന്താണോ? അപ്പോൾ 3 sin ωt 4 cos ωt ആണെങ്കിൽ എന്താ? ഇവിടെ രണ്ടും തമ്മിലുള്ള ആംഗിൾ സൈൻ ഫംഗ്ഷനും കൊസൈൻ ഫംഗ്ഷനും 90 ഡിഗ്രിയാണ്. അപ്പോൾ √3² + 4² വരും, അതായത് 5 എന്ന് വരും. ഇവിടെ ഇഫ് ദി ലെങ്ത് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ഡിക്രീസ്ഡ് ബൈ 19%, ദ ഡിക്രീസ് ഇൻ ടൈം പീരീഡ് ഓഫ് ദ പെൻഡുലം വിൽ ബി. അതിൽ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും 100%. അതിൽ നമ്മളെ 19% കുറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയോ? 81% ആയി. 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1L, 200% പറഞ്ഞാൽ 2L, 150% പറഞ്ഞാൽ 1.5L, 120% പറഞ്ഞു കഴിഞ്ഞാൽ 1.2L, 121% എന്ന് പറഞ്ഞാൽ 1.21L. അതായത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 81% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 81% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.81%, 0.81L വരും, 0.81L. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 19% കുറച്ചു, ഒറിജിനലി 100 ആയിരുന്നു, അപ്പോൾ 81% ആയി. പുതിയ ലെങ്ത് അതാണ് 81% ഓഫ് ഒറിജിനൽ ലെങ്ത്, അതായത് 0.81L. ഒറിജിനൽ ലെങ്ത് L, അപ്പോൾ √0.81 പറഞ്ഞാൽ 0.9 എന്ന് വരും. ഒറിജിനൽ പീരീഡ് T പറഞ്ഞാൽ അത് 100%. അപ്പോൾ T' പറഞ്ഞാൽ 0.9T എന്നാണ് കിട്ടി. 1T പറഞ്ഞാൽ 100%, 0.9T എന്ന് പറഞ്ഞാൽ 90%. അപ്പോൾ നേരത്തെ അത് 100% ആയിരുന്നു, ഇപ്പോൾ അത് 90% ആണ് എന്ന് പറഞ്ഞാൽ 10% കുറഞ്ഞു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ എത്ര കുറഞ്ഞു എന്നാണ് ചോദ്യം, അത് 10%. ഈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ലെങ്ത്ത് വളരെ കുറവാണ് വിചാരിക്കുക. അപ്പോൾ അത് ഒരു 1%, മാക്സിമം ഒരു 2% വരെയൊക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് നേരിട്ട് എഴുതാം. ടിയുടെ പവർ 1 ആണ്, T⁻1 പ്രപ്പോർഷണൽ ടു L⁻½ എന്നാ. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതാം? 1 × പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ T = ½ × പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ L. അതിൽ പെർസെൻറ്റേജ് ചേഞ്ച് കൂടുകയാണെങ്കിൽ നമ്മൾ പ്ലസ് പോസിറ്റീവായിട്ട് കൊടുക്കണം, ക്വാണ്ടിറ്റി കുറയുകയാണെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് നെഗറ്റീവായിട്ട് കൊടുക്കണം. ഓക്കെ, പക്ഷേ ഇങ്ങനെ നേരിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് വളരെ ചെറുതാവുമ്പോൾ മാത്രമേ കഴിയൂ. 2 bodies of equal masses are suspended from 2 springs of stiffness coefficients K1 and K2. Spring constantine പറയുന്ന മറ്റൊരു പേരാണ് stiffness coefficient. When they are made to oscillate, they execute SHM of equal maximum velocities, the ratio of their amplitudes. അതിൽ ഒമേഗ പറഞ്ഞാൽ √k/m. മാക്സിമം വെലോസിറ്റി ഒമേഗ എ ആണ്. 2 ബോഡിക്കും മാക്സിമം വെലോസിറ്റി സെയിം ആണ്. അപ്പോൾ ഒമേഗ എ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അപ്പോൾ നമുക്ക് A1/A2 പറഞ്ഞാൽ ω2/ω1 വരും. അതിൽ ഈ ഒമേഗ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു √k ആണ്. അപ്പോൾ ω2/ω1 പറഞ്ഞാൽ √k2/k1 വരും. ഓക്കെ, അതായത് ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. നോക്കൂ, ഇവിടെ ഇനി എനർജിയുടെ കാര്യം നിങ്ങൾ അറിയണം. അതായത് ഓസിലേഷനിൽ അവിടെ എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM with an amplitude 4 cm, the kinetic energy of the body will be equal to its potential energy. Potential energy is half of the total energy. Kinetic energy is also half of the total energy. Okay, അപ്പോൾ ആ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ടോട്ടൽ എനർജി, ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജിയുടെ പകുതി ആവണമെങ്കിൽ ഈ x = a/√2 ആവണം, a/√2. ഓക്കെ, x = a/√2 ആകുമ്പോൾ 4/√2 പറഞ്ഞാൽ 2√2 സെൻറ്റിമീറ്റർ വരും. ഓക്കെ, 2√2 സെൻറ്റിമീറ്റർ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓസിലേഷൻ്റെ ഫ്രീക്വൻസി f ആണെങ്കിൽ കൈനറ്റിക് എനർജി വേരീസ് വിത്ത് എ ഫ്രീക്വൻസി 2f. പൊട്ടൻഷ്യൽ എനർജി ഓൾസോ വേരീസ് വിത്ത് എ ഫ്രീക്വൻസി 2f. ഫ്രീക്വൻസി പൊട്ടൻഷ്യൽ എനർജി വേരിയേഷൻ്റെയും കൈനറ്റിക് എനർജി വേരിയേഷൻ്റെയും ഡബിളാണ്.
ഓക്കെ, അതായത് ഓസിലേഷൻ്റെ ഫ്രീക്വൻസി എത്രയാണോ അതിൻ്റെ ഡബിൾ ഫ്രീക്വൻസിയിലാണ് കൈനറ്റിക് എനർജി വേരി ചെയ്യുക, പൊട്ടൻഷ്യൽ എനർജി വേരി ചെയ്യുക. അപ്പോൾ പീരീഡ് എന്താവും? പീരീഡ് ഹാഫ് ആവും. ഓസിലേഷൻ്റെ പീരീഡ് ടി ആണെങ്കിൽ കൈനറ്റിക് എനർജി വേരീസ് വിത്ത് എ പീരീഡ് T/2, പൊട്ടൻഷ്യൽ എനർജി വേരീസ് വിത്ത് എ പീരീഡ് T/2. ഇത് നമുക്ക് എ ബോഡി ഈസ് എക്സിക്യൂട്ടിംഗ് SHM when the displacement from the main position is 4 cm and 5 cm. Corresponding velocities of the body are 10 cm per second and 8 cm per second. Then the time period of the body is. അതിലെ നമ്മൾ മെയിൻ പൊസിഷനിൽ നിന്ന് അകലേക്ക് പോകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടും, വെലോസിറ്റി കുറയും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുതലാവുമ്പോൾ വെലോസിറ്റി കുറവാകും. അത് ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പീരീഡിൻ്റെ എക്സ്പ്രഷൻ ഇതാണ് 2π√(x2² - x1²). x2 പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുതലാണ് വിചാരിക്കുക, അപ്പോൾ അവിടെ വെലോസിറ്റി കുറവാകും. അപ്പോൾ നോക്കൂ, V2 ഇതാ രണ്ടാമതാണ് വരുന്നത്. മേലെ x2² - x1² ആണെങ്കിൽ താഴെ V1² - V2² ആവും. തിരിച്ചാണെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് യൂഷ്വലി ഇപ്പോൾ 5, 4 അല്ലെങ്കിൽ 10, 8 അങ്ങനെയാണ് തരിക. ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വരിക? ഇവിടെ 3/6 പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1/2. സോ വി വിൽ ഗെറ്റ് π seconds. ഓക്കെ, π seconds പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. നമ്മൾ പീരീഡ് ഓഫ് ഓസിലേഷൻസ് ഓഫ് എ ലോഡഡ് സ്പ്രിംഗ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. 2π√m/k. എ മാസ് ക്യാപിറ്റൽ M is suspended from a spring of negligible mass. The spring is pulled a little and then released so that the mass executes simple harmonic oscillation with a period capital T. If the mass is increased by small m, then the time period becomes 5/4t. The ratio of small m by capital M is. അതിൽ T equals 2π√m/k ആണ്. അതിൽ T/T' equal to √M plus small m divided by capital M. അപ്പോൾ ഇവിടുന്ന് ക്യാപിറ്റൽ M plus small m by capital M നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് ഈക്വൽ ടു T'/T (2) പറയാം. അതിൽ T' എത്രയാ? 5/4t ആണ്. അപ്പോൾ T'/T പറഞ്ഞാൽ 5/4 (2) 25/16 വരും. അപ്പോൾ സ്മോൾ m by capital M ആ റേഷ്യോ നമ്മളോട് ചോദിക്കണേ. ദാറ്റ് വി വിൽ ഗെറ്റ് 9/16. ഓക്കെ, 9/16 ഇത്. നെക്സ്റ്റ് വേവ്സിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് വേവ് ഇക്വേഷൻ തന്നെയാണ്. അതിൽ എ ട്രാൻസ്വേഴ്സ് വേവ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സൈൻ ω t - kx. അതിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t ആണ്, അല്ലെങ്കിൽ 2π × ന്യൂ ആംഗുലർ ഫ്രീക്വൻസി. k പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്, 2π/λ എന്നാണ്, 2π/λ. ഫോർ വാട്ട് വാല്യൂ ഓഫ് ദ വേവ് ലെങ്ത് ഈസ് ദ വേവ് വെലോസിറ്റി ഈക്വൽ ടു മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി. അതിൽ മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി പറഞ്ഞാൽ ω/a ആണ്, വേവ് വെലോസിറ്റി പറഞ്ഞാൽ ω/k ആണ്. ഓക്കെ, അപ്പോൾ മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി ഡിവൈഡ് ബൈ വേവ് വെലോസിറ്റി പറഞ്ഞാൽ അത് KA ആണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ആ റേഷ്യോ. ഈ മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി ω/a, മാക്സിമം ഇത് വേവ് വെലോസിറ്റി മാക്സിമം അല്ല, വെലോസിറ്റി ഓഫ് ദി വേവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരേ വെലോസിറ്റിയിലാണ് പോവുക, അത് ω/k. ഓക്കെ, അപ്പോൾ ആ റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു KA ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് 1. ഓക്കെ, അതിൽ കെയ്ക്ക് പകരം 2π/λ കൊടുത്തു. അപ്പോൾ നമുക്ക് 2π/λ × A 1 കിട്ടി. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്താ ചോദ്യം എന്താണ്? വേവ് വെലോസിറ്റി നമ്മളോട് ചോദിക്കുന്നത് എന്താ? റേഷ്യോ ഫോർ വാട്ട് വാല്യൂ ഓഫ് ദ വേവ് ലെങ്ത് ഈസ് ദ വേവ് വെലോസിറ്റി ഈക്വൽ ടു മാക്സിമം വെലോസിറ്റി. അപ്പോൾ വേവ് ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. λ ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 2πA എന്നാണ്. സോ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ വേവ് ഇൻ എ സ്ട്രിംഗ് ഹാസ് ആൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് 2 cm. ഓക്കെ, ദ വേവ് ട്രാവൽസ് ഇൻ പോസിറ്റീവ് ഡിറക്ഷൻ ഓഫ് x ആക്സിസ്. x ആക്സിസിലൂടെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ ω t - kx അല്ലെങ്കിൽ kx - ωt. ഓക്കെ, ആ കെയുടെ കൂടെ x വരും എന്നർത്ഥം. ഓക്കെ, ഇനി പോസിറ്റീവ് x ഡിറക്ഷനിലാണെങ്കിൽ ω-ക്കും kx-നും ഇടയ്ക്ക് നെഗറ്റീവ് സൈൻ ആവും. നെഗറ്റീവ് x ആക്സിസിലാണ് പോകുന്നതെങ്കിൽ ω-ക്കും kx-നും ഇടയ്ക്ക് പോസിറ്റീവ് സൈൻ ആവും. ഓക്കെ, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി വിത്ത് എ സ്പീഡ് ഓഫ് 128 m/s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ω/k ആണ് 128. ഓക്കെ, ആൻഡ് ഇറ്റ്സ് നോട്ടഡ് ദാറ്റ് 5 കംപ്ലീറ്റ് വേവ്സ് ഫിറ്റ് ഇൻ 4 മീറ്റർ. അതായത് 5λ = 4. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 2 cm പറഞ്ഞാൽ 0.02 മീറ്റർ. ഓക്കെ, കെ പറഞ്ഞാൽ 2π/λ. അതിൽ λ നമുക്ക് എന്താ കിട്ടുക? 4/5 എന്ന് വരും. അപ്പോൾ k = എന്താ? 5π/2, അതായത് 7.85 എന്ന് വരും. ഈ വെലോസിറ്റി പറഞ്ഞാൽ ω/k ആണ്. അപ്പോൾ ω പറഞ്ഞാൽ kV, 7.85 × 128 പറഞ്ഞാൽ 1005 എന്ന് വരും. ഓക്കെ, സ്റ്റാൻഡേർഡ് എന്താ? A sin kx - ωt.
അതിൽ K 7.85 x മൈനസ് 1005t 7.85 x മൈനസ് 1005t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷൻ കണ്ടാൽ നമുക്ക് എന്തൊക്കെയാണ് അതിനകത്തുള്ളത് എന്നുള്ളത് മനസ്സിലാവണം. ഓക്കെ, നോക്കൂ ഇവിടെ സി ഫ്രം ദ വേവ് ഇക്വേഷൻ 0.5 സൈൻ 2π/3.2 64t മൈനസ് x എന്നാ. ഇവിടെ ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡ് 0.5 ആണ് നമുക്കറിയാം. ഇനിയിപ്പോൾ എന്താണോ ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഫ്രീക്വൻസി, അപ്പോൾ ഒമേഗ എത്രയാണെന്ന് നോക്കണം. ഒമേഗ പറഞ്ഞു കഴിഞ്ഞാൽ സി 2π × 64/3.2 പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 64/3.2 എത്ര വരും? 20 വരും. അപ്പോൾ 20 × 2π പറഞ്ഞു കഴിഞ്ഞാൽ 40π എന്നാണ് വരിക. ഓക്കെ, അല്ലെങ്കിൽ ഫ്രീക്വൻസി ന്യൂ പറഞ്ഞാൽ ω/2π ആണ്. ഒമേഗ എത്രയാ? ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ω/2π പറഞ്ഞു കഴിഞ്ഞാൽ 64/3.2 വരും, അതായത് 20 ഹെർട്സ് വരും. ഒമേഗ പറഞ്ഞാൽ 2π × 64/3.2 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ നോക്കിയിട്ട് ആംപ്ലിറ്റ്യൂഡോ അല്ലെങ്കിൽ വേവ് ലെങ്തോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയോ ഇത് കാണാൻ നിങ്ങൾക്ക് അറിയണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് 20 ഹെർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. നോക്കൂ ഇവിടെ ഒന്നുകിൽ RMS വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് സൗണ്ട് ത്രൂ എ ഗ്യാസിയസ് മീഡിയം, ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാം. അതിൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സ്പീഡ് ഓഫ് സൗണ്ട് ബിക്കംസ് ഡബിൾ ആസ് വാസ് അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. 27 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞാൽ 300 കെൽവിനാണ്. അതിൽ നമുക്ക് എന്ത് പറയാം, ഈ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സ്പീഡ് ഓഫ് സൗണ്ട് വിൽ ഗെറ്റ് ഡബിൾഡ്. അപ്പോൾ സ്പീഡ് ഓഫ് സൗണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടെമ്പറേച്ചറാണ്. അപ്പോൾ ടെമ്പറേച്ചർ പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് സ്പീഡ്. അപ്പോൾ ഈ നമ്മൾ സ്പീഡ് ഡബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ടെമ്പറേച്ചർ 4 ടൈംസ് ആവും. ഇനീഷ്യലി 300 കെൽവിൻ ആണെങ്കിൽ എന്താ ഫൈനൽ ടെമ്പറേച്ചർ 1200 കെൽവിൻ ആവും. അതിന് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 273 സബ്ട്രാക്ട് ചെയ്യണം. 273 നിങ്ങൾ ഒരിക്കലും സബ്ട്രാക്ട് ചെയ്യരുത്, 300 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 1200 മൈനസ് 300 പറഞ്ഞാൽ 900, എന്നിട്ട് 27 ആഡ് ചെയ്യുക. അപ്പോൾ 927 ഡിഗ്രി സെൽഷ്യസ് എന്ന് വരും. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഇവിടെ നോക്കൂ, സി ദ റേഷ്യോ ഓഫ് ഫ്രീക്വൻസീസ് ഓഫ് ഫണ്ടമെന്റൽ ഹാർമോണിക് പ്രൊഡ്യൂസ്ഡ് ബൈ എൻ ഓപ്പൺ പൈപ്പ് ടു ദാറ്റ് ഓഫ് ക്ലോസ്ഡ് പൈപ്പ് ഹാവിംഗ് ദ സെയിം ലെങ്ത്. ഈ ഓപ്പൺ പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി V/2L, പിന്നെ 2V/2L, 3V/2L, 4V/2L എല്ലാ ഹാർമോണിക്സും ഉണ്ട് ഓപ്പൺ പൈപ്പിൽ. ക്ലോസ്ഡ് പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി V/4L, അവിടെ ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ. അതായത് അടുത്തത് 3V/4L, 5V/4L, 7V/4L അങ്ങനെ വരും. പക്ഷേ ഇവിടെ നമുക്ക് രണ്ട് പൈപ്പിൻ്റെ ലെങ്ത് സെയിം ആണ്. ഫസ്റ്റ് ഓപ്പൺ പൈപ്പാണ്, സെക്കൻഡ് ക്ലോസ്ഡ് പൈപ്പാണ്. രണ്ടിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ റേഷ്യോ ആണ് വേണ്ടത്. അപ്പോൾ ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി V/2L, ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി V/4L. അപ്പോൾ ഇവിടെ എന്താ 2:1 വരും. അതായത് ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് എ സിലിണ്ടറിക്കൽ റെസണൻസ് ട്യൂബ് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഓപ്പൺ പൈപ്പ് ഹാസ് എ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എഫ്, അതായത് V/2L = F. ഓക്കെ, ഇഫ് ഹാഫ് ഓഫ് ദ ലെങ്ത് ഈസ് ഡിപ്ഡ് വെർട്ടിക്കലി ഇൻ വാട്ടർ പറഞ്ഞാൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതേ ഹാഫ് ഇത് ഇവിടെ വെച്ചത് ക്ലോസ് ചെയ്ത പോലെ, അപ്പോൾ ഇത്രയും ഒരു ക്ലോസ്ഡ് പൈപ്പാണ്. അതിൻ്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി V/4 അല്ല, പക്ഷേ ലെങ്ത് ഇപ്പം എന്തായി, നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ പകുതിയായി. അപ്പോൾ V/4L' എന്ന് പറയാം. ഓക്കെ, അപ്പോൾ V/4L', ആ L' പറഞ്ഞാൽ L/2 ആണ്. അപ്പോൾ V/2L എന്ന് വരും. അതായത് ആ ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി തന്നെയാണ് എപ്പോഴും വരിക. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ദിസ് ഈസ് F ഓൺലി. പിന്നെ നമ്മൾ അറിയേണ്ടത് ബീറ്റ്സ് ആണ്. അതിൽ നോക്കാം നമുക്ക്. എ സോഴ്സ് ഓഫ് അൺനോൺ ഫ്രീക്വൻസി ഗീവ്സ് 4 beats per second when sounded with a source of 250 Hz. അപ്പോൾ ഒന്നുകിൽ 250യേക്കാൾ 4 ഹെർട്സ് കൂടുതലാവും, അല്ലെങ്കിൽ 4 ഹെർട്സ് കുറവാവും. അതായത് ഈ ന്യൂ ഡാഷ് പറഞ്ഞാൽ 250 ± 4 246 ആവാം, അല്ലെങ്കിൽ 254 ആവാം. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നറിയോ, ദ സെക്കൻഡ് ഹാർമോണിക് ഓഫ് ദ source of unknown frequency gives 5 beats per second when sounded with a source of 513 Hz. അപ്പോൾ 2 ന്യൂ ഡാഷ് എന്ന് പറഞ്ഞാൽ 513 ± 5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 508 ആവാം, അല്ലെങ്കിൽ 518 ആവാം. ഓക്കെ, അതിൽ ഈ മേലത്ത് ന്യൂ ഡാഷ് ആണെങ്കിൽ താഴത്ത് എന്താവണം, ന്യൂ ആവണം, 2 ന്യൂ ഡാഷ് ആവണം. അങ്ങനെ വരുന്നത് ഏതാ, അതായത് മേലുള്ള ഏതിൻ്റെ ഡബിൾ ഇവിടെ വരുന്നത്, മേലത്തിൻ്റെ ഡബിള് താഴെ വരുന്നത് നോക്കൂ, ഈ ഒരു കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ. അതായത് അൺനോൺ ഫ്രീക്വൻസി 254 ആവണം. ഓക്കെ, ദേ ന്യൂ ഡാഷ് = 254 ഹെർട്സ്. റൈറ്റ്. ആ ബീറ്റ്സിൻ്റെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറയാം.
അതിൽ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 512 ഹെർട്സ് മേക്സ് 4 ബീറ്റ്സ് പെർ സെക്കൻഡ് വിത്ത് എ വൈബ്രേറ്റിംഗ് സ്ട്രിങ് ഓഫ് പിയാനോ. അപ്പോൾ ആ പിയാനോ സ്ട്രിങ്ങിൻ്റെ ഫ്രീക്വൻസി 512 ±4 ആണ്. അതായത് 516 ആവാം അല്ലെങ്കിൽ 508 ആവാം. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയോ? ദ ബീറ്റ് ഫ്രീക്വൻസി ഡിക്രീസസ് ടു 2 ബീറ്റ്സ് പെർ സെക്കൻഡ് വെൻ ടെൻഷൻ ദ പിയാനോ സ്ട്രിങ് ഈസ് സ്ലൈറ്റ്ലി ഇൻക്രീസ്ഡ്. അതിൽ പിയാനോ സ്ട്രിങ്ങിൻ്റെ ഫ്രീക്വൻസി ഇതാണ്. ടെൻഷൻ കൂട്ടിക്കഴിഞ്ഞാൽ പിയാനോ സ്ട്രിങ്ങിൻ്റെ ഫ്രീക്വൻസി കൂടും. ഓക്കെ, അപ്പോൾ ഈ പിയാനോ സ്ട്രിങ്ങിൻ്റെ ഒന്നുകിൽ 516 ടെൻഷൻ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ, ഇത് മേലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവർ തമ്മിൽ ഡിഫറൻസ് കൂടി. അപ്പോൾ ഈ ബീറ്റ് ഫ്രീക്വൻസി കൂടണമായിരുന്നു, ഇവിടെ കുറഞ്ഞിരിക്കുക. അപ്പോൾ 516 അല്ല. ഇനി 508 ആണെങ്കിലോ, നോക്കൂ, ഇതിവിടെ ടെൻഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് മേലോട്ട് കയറി വരും. അപ്പോൾ 512 ആയിട്ടുള്ള ഡിഫറൻസ് കുറയും, ഇവിടെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ പിയാനോ സ്ട്രിങ്ങിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസി പറഞ്ഞാൽ ഇറ്റ് വാസ് 508 ഹെർട്സ്. ഓക്കെ, ദാ 508 ഹെർട്സ്. പിന്നെ നോക്കൂ, നമ്മൾ ഒരു ട്യൂണിങ് ഫോർക്കിനെ നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി കുറയും. നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ, ഉരച്ച് കളഞ്ഞു കഴിഞ്ഞാൽ, സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി കൂടുന്ന. അപ്പോൾ ഇവിടുന്ന് എ ട്യൂണിംഗ് ഫോർക്ക് വെൻ സൗണ്ടഡ് ടുഗദർ വിത്ത് എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 256 ഹെർട്സ് എമിറ്റ്സ് 2 ബീറ്റ്സ് പെർ സെക്കൻഡ്. അപ്പോൾ ഒരെണ്ണം 256 ആണ്, ഒരു അൺനോൺ ഫ്രീക്വൻസി ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് എക്സൈറ്റ് ചെയ്യുമ്പോൾ 2 ബീറ്റ്സ് കേൾക്കുമെന്ന് പറഞ്ഞാൽ ഈ അൺനോൺ ഫ്രീക്വൻസി ഒന്നുകിൽ 258 അല്ലെങ്കിൽ 254. ഓൺ ലോഡിംഗ് ദ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 256, അതായത് ഈ 256 ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി കുറയും. അപ്പോൾ നമ്മളുടെ അൺനോൺ ഫ്രീക്വൻസി ഇതാണെങ്കിൽ 254 ആണെങ്കിൽ ഇത് താഴേക്ക് വന്നാൽ ഡിഫറൻസ് കുറഞ്ഞു, ബീറ്റ് ഫ്രീക്വൻസി കുറയും. ഇനി നമ്മൾ ഇതാണ് അൺനോൺ ഫ്രീക്വൻസി എങ്കിൽ നോക്കൂ, ഇത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡിഫറൻസ് കൂടും. മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ബീറ്റ്സ് ഹേർഡ് ഈസ് 1 പെർ സെക്കൻഡ് എന്നാ. അതായത് ബീറ്റ് ഫ്രീക്വൻസി കുറഞ്ഞു. അപ്പോൾ നോക്കൂ, ഇതിനെ നമ്മൾ ലോഡ് ചെയ്ത് താഴോട്ട് വന്ന് ബീറ്റ് ഫ്രീക്വൻസി കുറയണമെങ്കിൽ അൺനോൺ ഫ്രീക്വൻസി ഇതാവണം, 254 ഹെർട്സ് ആവണം. ഓക്കെ, അപ്പോൾ ഇതാണ് അൺനോൺ ഫ്രീക്വൻസി. ഈ 11th സ്റ്റാൻഡേർഡ് ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ചോദ്യങ്ങൾ ഇതാണ്. അതായത് സെയിം ഓർ സിമിലർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു 60% എങ്കിലും തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാം. ഇനി വരുന്നത് പറയാത്ത ചോദ്യങ്ങൾ പലതും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ. അപ്പോൾ മിനിമം നിങ്ങൾ ഇത്രയെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. താങ്ക് യു.